بسم الذي عز اسمه بسم الله حمدا يوافي كل نعماء الله وعلى النبي وآله صلى الله وعلى صحابته الأولى رضي الله عنهم وأرضاهم بما عند الله بالمصطفى بدر التمام الأمجد نور الهدى خير الأنام محمد فبحبه نرجو السلامة في الغد فاشغل بذاك قلوبنا يا الله وعليه وعلى آله صلى الله فبسعادة نصر النبي وقاتلوا في الله حتى نالهم ما أملوا يا حبذا قوم لهم قل تعملوا ما شئتم ندعو بهم يا الله من أهل بدر عنهم رضي الله يا أهل بدر إننا في حيرة مما جنينا من جموم جريرة لسنا نرى أحدا يجيء بنصرتي فلقد أتينا بابكم رضي الله عنكم وصن إيماننا يا الله ندعوكم يا أهل بدر إننا فيما ترون من المشقة والعنى لا سيما الدين المدنس عرضنا فارثوا لنا واستنقذوا رضي الله عنكم وزدنا همة يا الله يعلموا أمة سيدنا مولانا محمد സ്നേഹാദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനമുള്ള മുഅ്മിൻ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും കുടുംബങ്ങൾ ബന്ധപ്പെട്ടവരെയും അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളോട് മഹബ്ബത്ത് വെക്കുന്നവരാൽ നമ്മയും നമ്മുടെ മക്കൾ ഒന്നുള്ള കാലത്തോളം അവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, റമദാനിന്റെ ഏകദേശം ആരംഭം മുതൽക്കേ ഈ മജ്ലിസ് ഇവിടെ ഉണ്ട്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ ഇടക്ക് തിരക്കിട്ട ജോലികളൊക്കെ കഴിച്ച ശേഷം സ്വഹാബാക്കൾ ഒന്നിങ്ങനെ ഒത്തുകൂടിയിരിക്കും, ഒരു മുശാവറയായ രൂപത്തിൽ. അങ്ങനെ ഒരുമിച്ചുകൂടി ഇരിക്കുന്ന ആ മജ്ലിസിനെ കുറിച്ച് ഹദീസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നുഅ്മിനു സാഅ എന്നാണ്. സ്വഹാബാക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് അവർ പറയുന്നത് നുഅ്മിനു സാഅ, കുറച്ച് സമയം നമുക്ക് നമ്മുടെ ഈമാനിനെ ഒന്ന് പുതുക്കാം, നമ്മുടെ ഈമാനിനെ ഒന്ന് വർദ്ധിപ്പിക്കാം, നമ്മുടെ ഈമാനിനെ ഒന്ന് പരിശോധിക്കാം. ഹദീസിന്റെ ഭാഷ തന്നെ എന്താണ്? നുഅ്മിനു സാഅ, കുറച്ച് സമയം നമുക്ക് നമ്മുടെ ഈമാനികമായി ഒന്ന് ചിന്തിക്കാം. ഇബാദത്തിലും നല്ല ജീവിതത്തിലുമായി കഴിയുന്നതിനിടക്ക് തന്നെ ആ കലിമത്തു തൗഹീദിന്റെ പ്രഭ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് പ്രകാശിക്കുന്നതിന് വേണ്ടി അവരുടെ ഈമാനിനെ ഒന്ന് പുതുക്കാൻ അവരൊന്ന് ഒരുമിച്ചുകൂടും. ആ ഒരുമിച്ചുകൂടുന്ന സദസ്സുകളിൽ കഴിഞ്ഞ കാല സ്വാലിഹീങ്ങളെക്കുറിച്ച്, അവരുടെ ഇബാദത്തിന്റെ രീതിയെക്കുറിച്ച്, അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പോരായ്മകൾ, പാകപ്പിഴവുകളെക്കുറിച്ച്, അതുപോലെ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുകയില്ല.
ചില ആളുകൾ കൃഷിസ്ഥലത്ത്, മറ്റു ചിലർ യാത്രയിൽ, മറ്റു ചിലർ മറ്റേതെങ്കിലും ജോലിയിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. പലരും പലതുമായിരിക്കും പലപ്പോഴായി കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ ഒന്ന് പരസ്പരം കൂടിയാലോചിച്ച് അറിയാൻ എന്താണ് പുതിയ വിവരങ്ങളുള്ളത്. ഇങ്ങനെ നുഅ്മിനു സാഅ, ഈമാനിനെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന പതിവ് സ്വഹാബാക്കൾക്കുണ്ട്. ആ ഒരു പതിവ് എന്ന രൂപത്തിൽ പരിശുദ്ധ റമളാനിൽ ഈ പള്ളിയിൽ നാം നമ്മുടെ ഈമാനിനെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ സഭ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് ബദർ ദിനമാണ്. മുസ്ലിം ലോകം ആദരവോടെ, ബഹുമാനത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹ സഫലീകരണത്തിന്റെ പ്രതീക്ഷയോടെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ബദർ ദിനം. നമുക്ക് അല്പം ആ വിഷയത്തിൽ ചിന്തിക്കാം. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നാം പറയുന്നതും കേൾക്കുന്നതും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനു ശരീഫിന്റെ 16 ദിനങ്ങൾ കഴിഞ്ഞു. ഇന്ന് 17-ാം രാവാണ്. റമള എന്ന് പറഞ്ഞാൽ ചുട്ട് പഴുപ്പിച്ചത് എന്നാണ് ഒരർത്ഥം. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത്, കഴുകി ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു ഇരുമ്പിന്റെ മഴു നാം കുറച്ചു കാലം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കും. ആ സംഭവിച്ചിരിക്കുന്ന മഴു പഴയ പോലെ ഉപയോഗത്തിന് പാകപ്പെടുത്തിയെടുക്കാൻ നാം ഒരു കൊല്ലന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് കിട്ടിയ ഉടനെ അദ്ദേഹം ആ മഴു നല്ല തീയിൽ കൊണ്ടുപോയി വെക്കും. കുറെ സമയം ആ തീയിലിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോയി നോക്കിയാൽ തീക്കനൽ ഏതാണ് മഴു ഏതാണ് എന്ന് തിരിച്ചറിയില്ല. അത്ര ചൂടായി ചുട്ട് പഴുത്തിട്ടുണ്ടാകും. അങ്ങനെ നല്ലപോലെ പഴുത്ത് തീക്കനൽ കണക്കേ ആകുന്ന സമയത്ത് അതിങ്ങോട്ടെടുത്ത ശേഷം പിന്നെയാണ് ആ സാധനത്തിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ, പഴയ പോലെ അതിന്റെ ഊർജം, അതിന്റെ ശക്തി തിരിച്ചു കിട്ടാൻ ആവശ്യമായ എല്ലാ പണികളും അദ്ദേഹം നടത്തുന്നത്. എന്നതുപോലെ നമ്മുടെ ശരീരം കഴിഞ്ഞ 11 മാസക്കാലം നാം ഇവിടെ ജീവിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ കലിമത്ത് തൗഹീദ് കാത്തു സൂക്ഷിക്കുന്ന പാത്രമാണല്ലോ മനുഷ്യഹൃദയം. ആ പാത്രത്തിനകത്ത് കലിമത്ത് തൗഹീദ് ഇങ്ങനെ നിറഞ്ഞ് പ്രകാശപൂരിതമായി നിൽക്കണം. അങ്ങനെ പ്രകാശപൂരിതമായി നിൽക്കുമ്പോൾ മാത്രമേ ആ കലിമത്ത് തൗഹീദിന്റെ വെളിച്ചം നമ്മുടെ കണ്ണിലും, നമ്മുടെ മൂക്കിലും, നമ്മുടെ നാക്കിലും, നമ്മുടെ കയ്യിലും, നമ്മുടെ കാലിലും എല്ലാ സ്ഥലത്തും ആ പ്രകാശം ഇങ്ങനെ പ്രതിഫലിച്ച് കാണുകയുള്ളൂ. കഴിഞ്ഞ 11 മാസക്കാലം നാം ജീവിച്ചപ്പോൾ നമ്മുടെ കലിമത്ത് തൗഹീദ് സൂക്ഷിക്കുന്ന പാത്രത്തിന്റെ ചുറ്റുഭാഗങ്ങളിലായി ഇങ്ങനെ ചെറിയ കറ പിടിച്ചിട്ട് കറുപ്പ്, മറ്റു ചില സ്ഥലത്ത് ചെറിയ പുഴുക്കുത്തുകൾ വന്നിട്ട് കേടുപാടുകൾ, മറ്റു ചില സ്ഥലത്ത് ഒരു തരം എന്തൊക്കെയോ പല അഴുക്കുകളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുക. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? കഴിഞ്ഞ 11 മാസക്കാലം നാം ജീവിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചില പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളുമൊക്കെ സംഭവിച്ചപ്പോൾ അത് കലിമത്ത് തൗഹീദ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിന്റെ ചുറ്റുഭാഗത്താണ് അതിന്റെ കറ വന്ന് കൂടിയിരിക്കുന്നത്. ഈ കറ പിടിച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് കലിമത്ത് തൗഹീദിനെ ഇങ്ങോട്ട് പരിശുദ്ധമാക്കി എടുക്കുകയും ഈ കറകളെ പൂർണ്ണമായി അങ്ങോട്ട് നീക്കി കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു മാസത്തിന്റെ പേര് പറഞ്ഞ് പ്രത്യേകം ഷഹ്റു റമളാൻ, റമളാൻ എന്ന മാസം. ആ പറഞ്ഞ റമള എന്ന പദത്തിനാണ് ഞാൻ പഴുപ്പിച്ചത്, ചുട്ടുപഴുത്തത് എന്നർത്ഥം പറഞ്ഞത്. എന്നാൽ റമളാൻ ശരീഫിന്റെ മാസം അത് കണ്ടത് മുതൽ നല്ല പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ ഇങ്ങോട്ട് കഴുകി ശുദ്ധീകരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷിച്ചിരിക്കുന്ന കലിമത്ത് തൗഹീദാകുന്ന പാത്രം, അതിൽ പിടിപെട്ടിരിക്കുന്ന കറകളും അഴുക്കുകളും പുഴുക്കുത്തുകളുമൊക്കെ ഉണ്ട്. ചില ഹൃദയങ്ങൾ എന്തുമായിട്ടുണ്ട്? കലിമത്ത് തൗഹീദ് തീരെ കാണാത്ത വിധം കറകളെ കൊണ്ട് നിറഞ്ഞുപോയിട്ടുണ്ട്.
പുഴുക്കുത്തുകളെ കൊണ്ട് നിറഞ്ഞുപോയിട്ടുണ്ട്. അഴുക്കുകളെ കൊണ്ട് പൂർണ്ണമായി കലിമത്തു തൗഹീദ് അതിൽ ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ സംശയിക്കുമാറുള്ള രൂപത്തിൽ ആയിട്ടുണ്ട്. എന്നാൽ ഈ കറകളെയെല്ലാം പൂർണ്ണമായി ഒന്ന് തിളപ്പിച്ച് അത് നല്ല പോലെ ഇങ്ങോട്ട് ഉരുക്കി അതിൽ നിന്ന് ആ കറകൾ മുഴുവനും കഴുകി ശുദ്ധീകരിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല റമളാൻ വെച്ചിരിക്കുന്നത്. ഈ റമളാനിൽ ഇതിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തണമെങ്കിൽ ആദ്യമായി ശരീരത്തിൽ നിന്ന് പിശാച്ചിനെ ദൂരെ നീക്കിക്കളയണം. പിശാച്ചിനെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു തആല തന്നെ പറയുന്നത് ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യ ശരീരത്തിൽ രക്തത്തിനുള്ള സ്വാധീനം എത്രയാണ് അത്രയും സ്വാധീനം ശരീരത്തിൽ പിശാച്ചിനുണ്ട്. രക്തധമനികളിലൂടെയാണ് പിശാച്ചിന്റെ സഞ്ചാരം നടക്കുന്നത് എന്നൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ റമളാനിൽ ഈ പിശാച്ചിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു ചികിത്സ. എന്താണ് ആ ചികിത്സ? അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. എന്തിനാണ് നോമ്പ് എന്ന ഇബാദത്തിന് ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് വെച്ചത്? വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ മധുരങ്ങൾ നിറഞ്ഞതും മറ്റുമായ പാനീയങ്ങളുമൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രക്തധമനികളുണ്ടല്ലോ, ആ രക്തധമനികൾ ഇങ്ങനെ തടിച്ചു കൊഴുത്തു നിൽക്കുകയാണ്. തടിച്ചു കൊഴുത്തു നിൽക്കുന്ന നമ്മുടെ രക്തധമനിയിലൂടെ, നമ്മുടെ ഞരമ്പുകളിലൂടെ പിശാച്ചിന് ഇഷ്ടം പോലെ സ്വൈരവിഹാരം നടത്താൻ സാധിക്കും. പിശാച്ചിന് ഇഷ്ടം പോലെ സ്വൈരവിഹാരം നടത്താൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, സാധാരണഗതിയിൽ തന്നെ വയറ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന ഇബാദത്തും അല്ലാത്ത സമയത്തുള്ള ഇബാദത്തിന്റെയും വ്യത്യാസം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇശാ നിസ്കരിക്കാൻ സമയം ആയി, വിശക്കുന്നുണ്ട്. ശരി, ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാം എന്ന് വെച്ചാൽ പിന്നെ ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് കുറയാറാണ് പതിവ്, അല്ലേ? വയറ് നിറയെ ഭക്ഷണമായി പോയി, പിന്നെ ഒരു നിസ്കാരം അങ്ങ് കഴിച്ചു കടത്തല. ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിഷമാകൂലേ എന്ന് വിചാരിച്ചിട്ട്, ഇല്ലേ? എന്തുകൊണ്ട്? നമ്മുടെ രക്തധമനികളൊക്കെ തടിച്ചു കൊഴുത്ത് ഉന്മേഷമായി നിന്നപ്പോൾ സ്വാഭാവികമായും പിശാച്ച് 100% ശരീരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലായി. മറിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായപ്പോഴോ അത്ര ഉണ്ടായി. അതുകൊണ്ട് പിശാച്ചിന് ശരീരത്തിലുള്ള സ്വാധീനത്തെ കുറച്ചു കളയാനാണ് നോമ്പിന് പട്ടിണി കിടക്കുക എന്ന വകുപ്പ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അതല്ല നോമ്പ് എന്നത്. നോമ്പ് പൂർണ്ണമാകാൻ ഉള്ള ഒരു ഉപാധിയാണ് ഭക്ഷണ സാധനം ഉപേക്ഷിക്കുക എന്നത്. അതല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. നോമ്പിന് മുമ്പ് അവൻ ചെയ്തുകൊണ്ടിരുന്ന ശൈലി എന്താണ്? ഗീബത്തുകളും നമീമത്തുകളും പരദൂഷണങ്ങളും കള്ളത്തരങ്ങളും തുടങ്ങി പലതും നമ്മുടെ നാക്കിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നാക്ക് ചലിക്കുന്നതിനനുസരിച്ച് ശരീരം അതിന് വഴിപ്പെട്ടു കൊടുക്കും, നമ്മുടെ കാത് വഴിപ്പെട്ടു കൊടുക്കും, കണ്ണ് വഴിപ്പെട്ടു കൊടുക്കും. ഇപ്പൊ നോമ്പായി നോക്കുമ്പോഴോ നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ നാക്കും മൂക്കും കണ്ണും നാക്കുമൊക്കെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല. വയറിന് വിശക്കുന്നുണ്ട്, ഭക്ഷണം നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത്രയേ നോമ്പിന് സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല ഉണർത്തുകയാണ്, നബിയെ അത്തരക്കാരോട് പറയണം അവർ ഭക്ഷണം കഴിച്ചോട്ടെ, അവരുടെ ആ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് എനിക്ക് ആവശ്യമില്ല. ഞാൻ അവരോട് അന്നപാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത് എങ്ങനെയാണ്? അത് 3 ഘട്ടമായിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ. അപ്പൊ ആദ്യം ഈമാനാണ്. ഈമാൻ ഉള്ളവരോട് പറയുന്നു കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. ഈമാൻ ഉള്ളവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അങ്ങനെ നിങ്ങൾ നോമ്പുള്ളവരായാൽ നോമ്പിന്റെ ഫലം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ഫലം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നിങ്ങൾക്ക് നോമ്പാകുമ്പോൾ തഖ്വ വർദ്ധിക്കും. തഖ്വ എന്നത് എവിടെ നിൽക്കുന്ന കാര്യമാണ്? അത്തഖ്വ ഹാഹുനാ. തഖ്വ എന്നത് എവിടെയാണ്? ഹാഹുനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നാണ് തഖ്വയുടെ ഉത്ഭവം ഉണ്ടാവേണ്ടത്. എന്തിനാണ് തഖ്വ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ വിരോധനകളെ ഉപേക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്നതിന് വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തുക, ഇതിനാണ് തഖ്വ. നോമ്പ് അല്ലാഹു തആല ഒരു മാസക്കാലം വെച്ചത് അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ പോരെ. ഒരു മാസം അല്ലാഹു തആല എന്റെ ശരീരത്തെ ഒന്ന് നല്ല പോലെ പാകപ്പെടുത്തുക. 1 മാസക്കാലം ഭക്ഷണം ഉപേക്ഷിച്ചു,
പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചു, നാം 100% അള്ളാഹുവിങ്കലേക്ക് തിരിയുമ്പോൾ പിശാച്ച് നമ്മളിൽ നിന്ന് ദൂരെ ദൂരെ പോയി. പിശാച്ച് പോകുന്തോറും നമുക്ക് ഇബാദത്തിലേക്ക് താല്പര്യമുണ്ടാകും. ഇബാദത്ത് കൂടുതൽ ചെയ്യുന്തോറും കലിമത്ത് തൗഹീദ് സൂക്ഷിച്ചിരിക്കുന്ന ആ പാത്രത്തിന്റെ ചുറ്റുഭാഗത്ത് പിടിച്ചിരിക്കുന്ന ആ കറകൾ ഇങ്ങനെ പഴുത്ത് ഉരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇബാദത്തുകൾ ഇങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ, അതാണല്ലോ 5 നേരത്തെ നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് തന്നെ തൊട്ടടുത്ത പള്ളിയിൽ ഇമാമ് നല്ലതാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇല്ലെങ്കിൽ സൗകര്യമുള്ള സന്തോഷമുള്ള ഇമാമോടുകൂടെ ചുരുക്കത്തിൽ ജമാഅത്തായിക്കൊണ്ട് തന്നെ ആ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ നിർവഹിച്ചു. അതോടൊപ്പം അവൻ നോമ്പുകാരനാണെന്ന മനസ്സ് അവനിലുണ്ട്. നോമ്പുകാരനാണെന്ന മനസ്സ്, വയറിന്റെ വിശപ്പ്, ഞാൻ നോമ്പുകാരനാണ്, ശരീരത്തിനുള്ള ദാഹം, ഞാൻ നോമ്പുകാരനാണ്, ശരീരത്തിനുള്ള ക്ഷീണം, ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനെ ഇങ്ങനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. ആ വിളിച്ചറിയിക്കുന്ന അറിയിപ്പ് തെറ്റായ വാക്ക് പറയുന്നതിനെ, തെറ്റായ പ്രവൃത്തി ചെയ്യുന്നതിനെ, തെറ്റായത് കാണുന്നത്, നോക്കുന്നത്, കേൾക്കുന്നതിനെ എല്ലാം അത് തടയും. അങ്ങനെയുള്ളവരെ തടയുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ് പട്ടിണി കിടക്കൽ കൊണ്ടുണ്ടാകുന്നത്. ഇവൻ പട്ടിണി കിടക്കുന്നു, പക്ഷേ ഇതിനെ ഒന്നും തടയുന്നില്ല. എന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഓൻ ചോറ് വെച്ചോട്ടെ, വെറുതെ സാധു എന്തിനാ വെറുതെ പട്ടിണി കിടക്കുന്നത്? മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, ചീത്ത വാക്ക് പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഫലൈസ ലില്ലാഹി ഹാജ. എന്താണ് ആ ഹദീസിന്റെ ഭാഷ? ഫലൈസ ലില്ലാഹി ഹാജ. അങ്ങനത്തെ ഒരു പട്ടിണി കിടക്കൽ, അങ്ങനത്തെ ഒരു നോമ്പ് എന്നല്ല, ഫലൈസ ലില്ലാഹി ഹാജ. അങ്ങനെ ഒരു പട്ടിണി കിടക്കുന്നതിന് അല്ലാഹുവിന് ആവശ്യമില്ല. നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചത് പിശാചിന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എന്താ, നമ്മൾ റോട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? റോട്ടിലൊക്കെ ഇവിടെ കാണാൻ ചില പൈപ്പുകൾ, ചില സമയത്ത് അതിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് വീർത്തൊഴുകി ഇങ്ങനെ പോണാണ്. അതങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ കാണാൻ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ കിടക്കണം അല്ലേ? പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഞരമ്പുകളൊക്കെ ചുക്കി ഉണങ്ങി വരണ്ട് വറ്റിക്കിടക്കുന്ന സമയത്ത് പിശാച് ശരീരത്തിലേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോൾ എവിടെയും പഴുതുകളില്ല. അപ്പൊ പിശാച് ദൂരെ പോയി. പിശാച് ദൂരെ പോകുമ്പോൾ സ്വാഭാവികമായും ഇബാദത്തിലേക്ക് താല്പര്യം ജനിച്ചു. ഇബാദത്ത് ഇങ്ങനെ കൂടിക്കൂടി വരുന്തോറും ആത്മാവിൽ പിടിച്ചിരിക്കുന്ന കറകൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. ആ കറകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് കഴിയുമ്പോഴേക്ക് ആ കലിമത്ത് തൗഹീദിന്റെ ചുറ്റുഭാഗത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന കറ ഇങ്ങനെ ഇളകിയിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് നാം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ഇൽമ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇൽമ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ നിരന്തരമായി ഇബാദത്തിൽ മുഴുകുമ്പോൾ റമളാ ചുട്ടുപഴുപ്പിച്ചു, നമ്മുടെ ഹൃദയത്തെ നല്ല പോലെ പഴുപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ 100% പഴുത്ത് പാകമായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കൊല്ലന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഇരുമ്പിന്റെ ആയുധം, ഇരുമ്പിന്റെ ആയുധം തീയിലിട്ട് ചൂടുപിടിപ്പിച്ച് തീക്കനല്ലേതാണ് ഇരുമ്പേതാണ് എന്ന് തിരിച്ചറിയാത്ത അത്രയും പഴുക്കുന്ന സമയത്താണ് അതെടുത്തിട്ട് സംസ്കരണ പ്രക്രിയ നടത്തുക. എന്നതുപോലെ നോമ്പിന്റെ 1 മുതൽ ഏകദേശം 3/4 ഭാഗം 17ലേക്ക് അങ്ങോട്ട് കടക്കുന്നത് വരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിന്റെ കറ ഇങ്ങനെ ഇളക്കുന്ന സമയമാണ്. അലക്ക് മെഷീനിലിട്ടിട്ട് ഇങ്ങനെ അലക്കൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പിന്നെയും 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 അങ്ങനെ കുറെ നേരം അങ്ങനെ കഴിയുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു കറകളൊക്കെ ഇളകി. ഇപ്പൊ ആ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആകെ അഴുക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളൊക്കെ പൂർണ്ണമായി ഇളകിയിട്ട് മൂട്ടയെ കൊല്ലുന്ന മരുന്ന് ഇങ്ങനെ അടിച്ചിട്ട് 2 ദിവസം അടച്ചിട്ടാൽ മൂട്ടയൊക്കെ കാണങ്ങനെ ഷഹീദായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനെ ഹൃദയത്തിലുള്ള എല്ലാ മൂട്ടകളും കൊതുകുകളും എല്ലാം, സുബ്ഹാനല്ലാഹ്, ഇപ്പത്തെ മൂട്ടയും കൊതുകും എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈസാണ്. ഈ കൊതു പോകുന്നതിനുണ്ടല്ലോ ഒരു തിരി കത്തിച്ചു വെക്കാൻ. ഇപ്പൊ നോക്കുമ്പോൾ നാളെ റൂമിൽ നിന്ന് 5-8 കൊതു ആ തിരിയായിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെ തിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് മൂട്ട കൊതു പോകാനാ. കൊതുകളെല്ലാം കൂടി യോഗം ചേർന്നിട്ട് അതാണ് എടുത്തു വെക്കാന്നുള്ള നിലക്ക് ഓലവും കൊണ്ടുപോകണം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ നിലക്ക് കൊതുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളിത് കത്തിച്ച് വെച്ചിട്ട് എന്താ കാര്യം? അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പച്ചപ്പിടിച്ച് കൂടിയിരിക്കുന്ന പുഴുക്കളുണ്ടല്ലോ, കറകളുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് ഇളകി പാകപ്പെടുത്താൻ, അതാണ് നോമ്പിന്റെ ഫലം. ലഅല്ലക്കും തത്തഖൂൻ, ഈമാനുള്ള മനുഷ്യ, മുഅ്മിനാണോ, നിന്നോടാണ് കൽപ്പന, നീ എന്തു ചെയ്യണം? നോമ്പെടുക്കണം. നോമ്പിന്റെ ഫലം എന്താണ്? തഖ്വ. ഒരു ആയത്തിൽ പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, വേറെ ഒരു ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ? ലഅല്ലക്കും തഷ്കുറൂൻ. എന്താ ശുക്ർ? എങ്ങനെയാണ് ശുക്ർ വരുന്നത്? നോമ്പുണ്ടായിട്ട് നമുക്കിങ്ങനെ നല്ല ക്ഷീണം, സുബ്ഹാനല്ലാഹ്, നല്ല വിശപ്പ്,
നല്ല വിശപ്പും ക്ഷീണവും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് പടച്ചവന് ഒരു നേരത്തെ ഭക്ഷണം പോയപ്പോ എത്ര ക്ഷീണമുണ്ടെങ്കിൽ വർഷങ്ങളോളമായി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങൾ എത്രയുണ്ട്. ആ പാവങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്ക് ഓർമ്മ വരും. നമുക്ക് ഓർമ്മ വരുമ്പോൾ രണ്ട് കാര്യം ഉണ്ടാകും. ഒന്നെന്താണ്? ഒന്ന്, പടച്ചവനെ എനിക്ക് തന്ന ഭക്ഷണത്തിന്റെ വീര്യം എത്രയാണ്, എനിക്ക് തന്ന ഭക്ഷണത്തിന്റെ വില എത്രയാണ്, അല്ലാഹു തആല എനിക്ക് ചെയ്ത നിഅമത്തുകൾ എത്ര വലുതാണ്. ആ നിഅമത്തുകളെ കുറിച്ച് നാം സ്വയം ഓർത്തുപോകും. അങ്ങനെ ഓർത്തുകൊണ്ട് നിഅമത്തിന് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തത്, എന്റെ അവസ്ഥ ഒരു നേരം പട്ടിണി കിടന്നപ്പോൾ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഇത്ര വിശപ്പുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? 3 ദിവസമായത്രേ ഭക്ഷണം കഴിക്കാത്തത്. നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് കിട്ടാറില്ലത്രേ. അപ്പൊ ആ പാവത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ നാം അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വരും. ലഅല്ലക്കും തഷ്കുറൂൻ. നോമ്പിനെ കുറിച്ചുള്ള ഫലങ്ങൾ പറയുന്ന ആയത്തിൽ, നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ നിഅമത്തിനെ ശുക്ർ ചെയ്യാൻ നമ്മുടെ ശരീരത്തെ നോമ്പ് പാകപ്പെടുത്തണം. അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് താല്പര്യമുണ്ടാക്കാൻ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്താൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ 16 ദിവസം ഇതാണ് പരിശോധന. സാധിച്ചിട്ടില്ലേ? നബി മുഹമ്മദ് റസൂലുള്ളാഹി മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ. പടച്ചവൻ ആവശ്യമില്ല. പടച്ചവന് നിങ്ങളുടെ നോമ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കേ, അല്ലെങ്കിൽ വെള്ളം കുടിക്കേ, എന്താണെങ്കിലും ചെയ്തോട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണക്കല്ലാത്ത പ്രതിഫലങ്ങളെ കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമാക്കി വെച്ചിരിക്കുന്ന ഇബാദത്താണല്ലോ നോമ്പ്. അങ്ങനെ ആ നോമ്പിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര, അസ്സൗമു ലീ വഅനല്ലദീ അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇതൊക്കെ നല്ല പോലെ മനസ്സിലാക്കി കൊടുത്ത ശേഷം സ്വഹാബാക്കളെ കൊണ്ട് നോമ്പെടുപ്പിച്ചു. സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും 1 നോമ്പും 2 നോമ്പും 10 നോമ്പും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച്, പാനീയങ്ങൾ ഉപേക്ഷിച്ച് അവർ അല്ലാഹുവിലേക്ക് തഖ്വ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് ആ ഇബാദത്തിൽ തന്നെ താല്പര്യം. ഖുർആനിന്റെ വാർഷികാഘോഷമാണിത്. ഈ വാർഷികാഘോഷം നടക്കുന്ന ഈ സമയത്ത് പോലും പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി നോക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താ പിന്നെ ആ വാർഷികാഘോഷം? നമ്മളിപ്പോ ഇവിടെ നാഷണൽ ഡേ ആഘോഷിച്ചല്ലോ, ആ ആഘോഷത്തെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയ ആഘോഷം. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷത്തിന്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തു നിന്ന് ലക്ഷക്കണക്കായ മലക്കുകളെ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. പല രാജ്യത്തിന്റെ ആൾക്കാർ ഇവിടെ വന്നില്ലേ, പല പൂരക്കാരും വെടി പൊട്ടിച്ചിട്ടും മറ്റത് പൊട്ടിച്ചിട്ട് എന്തെല്ലാം സൈസ് പരിപാടികൾ നടത്തി. എന്നാൽ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആയിരക്കണക്കായ ലക്ഷക്കണക്കായ മലക്കുകളെ അല്ലാഹു തആല ഖുർആനിന്റെ വാർഷികാഘോഷത്തിന് വേണ്ടി ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ ഇവിടെയുണ്ട്, ആ മലക്കുകൾ നമ്മുടെ വീട്ടിലുണ്ട്, ആ മലക്കുകൾ ഇതിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആരാണ് ഖുർആനിന്റെ വാർഷികാഘോഷത്തിൽ സംബന്ധിക്കുന്നവർ? നിങ്ങളുടെ വകയായി എന്താണ് ഈ വാർഷികാഘോഷത്തിലേക്ക് നമ്മുടെ വകയായി എന്താണ് നാം സമ്മാനിക്കുന്നത്? ഓരോരുത്തരുടെ വക സമ്മാനങ്ങൾ എന്തുണ്ട് എന്ന് പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ നോട്ട് ചെയ്യാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. കിലോമീറ്ററുകൾ ദൂരമുള്ള കേക്കാണോ നമ്മുടെ വക? അതല്ല അത്രയും ദൂരമുള്ള ബൊക്കയാണോ നമ്മുടെ വക? അതല്ല ഏതാണ് നമ്മുടെ വക? അതല്ല വെറുതെ വെടിപൊട്ടിക്കലാണോ നമ്മുടെ വക? ഏതാണ് നമ്മുടെ വകയുള്ള സമ്മാനം? അതിങ്ങനെ പ്രത്യേകം റെക്കോർഡാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം ശരിക്കും പ്രകാശിപ്പിക്കുകയാണ്, നമ്മുടെ ശരീരത്തെ നാം പാകപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ നാം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസ്ബീഹുകളും തഹ്ലീലുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ സ്വഹാബാക്കളെ ശരീരത്തിലേക്ക് പിശാച് വരുന്നത് പൂർണ്ണമായും വഴികളൊക്കെ തടയപ്പെട്ട് പൂർണ്ണമാക്കിയ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറുൽ കുബ്ര, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയ്ക്ക് വേർതിരിക്കുന്ന ബദറുൽ ഫുർഖാൻ എന്നൊക്കെ പ്രത്യേകമായി പേര് പറഞ്ഞിരിക്കുന്ന ആ യുദ്ധം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലുള്ള യുദ്ധമാണെന്ന് ആരെങ്കിലും ധരിച്ചേക്കും. ഇന്നൊരു സൈസ് എന്താണ് ഇപ്പൊ അതിന് പറയാം, യുദ്ധം എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഇന്ന് രാജ്യത്ത് നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. എങ്ങനെ? ഇപ്പൊ ഈ പള്ളിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു ചങ്ങായി ഒരു ബോംബിട്ടു, ഞമ്മളൊക്കെ അതിൽപ്പെട്ട് മരിച്ച ഞമ്മക്കറിയോ എന്തിനാ മരിച്ചെന്ന്? ബോംബിട്ട ഓനറിയോ എന്തിനാട്ട്? രണ്ടു കൂട്ടർക്കും അറിയില്ല.
പണ്ട് ഒരു പണിയില്ലാതെ കുടുങ്ങിയപ്പൻ രണ്ടാൾ കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് വിൽക്കാൻ പാടിപ്പോ. ഈ മരുന്ന് എന്താ നിങ്ങൾക്കറിയോ? ഇപ്പൊ ഒരു ചങ്ങായി വാങ്ങിയപ്പോ ഞാനൊക്കറിയോ? അപ്പൊ മറ്റോ ചോദിച്ചു ബനറിയോ? അത് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ, സ്കൂൾ കുട്ടികളുണ്ട് കളിച്ച് നമ്മൾ കുട്ടികൾ ബുക്ക് കൊടുത്തിട്ടാണ് പോകണാണ് സ്കൂളിലേക്ക്. സമര എന്ന് പറഞ്ഞ കുട്ടികൾ ഇങ്ങോട്ടും പിന്നെ കുട്ടിയൊക്കെ അറിയാം എന്തിനാ സമരം, ആശന്മാർക്കറിയാം എന്തിനാണ്, ആർക്കും ഒന്നും അറിയില്ല. യുദ്ധം എന്ന് പറഞ്ഞ് ആസ്പത്രിന്റെ മുകളിൽ കൊണ്ടുവച്ച് ബോംബിട്ടു. ഏരപ്പത്തരല്ലേ യുദ്ധം എന്നാണ്. ആസ്പത്രിയിലുള്ളൂ എന്ത് ചെയ്യാൻ, ഓരോ ജീവൻ തന്നെ സക്കറാത്തിന് വേണ്ടിയിട്ട് കിടക്കും. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുദ്ധവും സമരമൊക്കെ ഒരു യുദ്ധ. ഞാനിപ്പോ ഇന്നാൾ നാട്ടിൽ പോണ സമയത്ത് നാട്ടിലൊരു സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നു പോവുക. അപ്പണ്ട് അവിടെ ഒരു സമരത്തിന്റെ ആൾക്കാർ എന്തോ വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള സമരത്തിന്റെ ആൾക്കാർ ഒന്നായിട്ട് ജാതിയായിട്ട്, ഞാൻ പാവം എത്തിങ്കുട്ടിയൊക്കെ വല്ലതും കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ട് അത് ആലോചിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്നോടല്ലായിരിക്കുന്ന അയാളോടായിരിക്കും വിചാരിച്ച് നോക്കുമ്പോ അയാൾ ഒരു കാലിന് സ്വാധീനമില്ലാതെ എണീറ്റ് നടക്കാൻ പറ്റും. അപ്പൊ അയാളോടും എന്ത് ചെയ്യാനാ സഹോദരൻ? ഇതൊരു സമര. ഇത് സമരം ചെയ്യണോന്നും അറിയില്ല, കണ്ടു നിൽക്കണോന്നും അറിയില്ല, ബാക്കിയൊന്നും അറിയില്ല. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ചെയ്ത യുദ്ധം ഒരു ബോംബ് സംഘടിപ്പിച്ചിട്ട് ബോംബ് ഉണ്ടാക്കിയിട്ട് അത് ബദറിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞിങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുവോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സ്വഹാബാക്കൾ ആരാ? ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഗിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. ബദർ മൗലിദിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്വഹാബാക്കളെ കുറിച്ച് വർണ്ണിച്ചിട്ട് എന്താ പറയുന്നത്? ഹുമുൽ റിജാലു, അവർ ആൺകുട്ടികളാണ്. ഹുമുൽ ജിബാലു, അവർ പർവ്വത തുല്യരാണ്. അവരെന്ന് പറഞ്ഞിട്ട് കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ, അവരുടെ മനക്കരുത്തിനെ ഉദാഹരിച്ചിരിക്കുന്നത് ഏതിനോടാണ്? അവരുടെ മനക്കരുത്ത് കദ്ദഹിരി, അവരുടെ മനക്കരുത്തിനെ ഉദാഹരിച്ചിരിക്കുന്നത് അവര് കാലം പോലെയാണ്. അഥവാ രാവും പകലും. രാജ്യത്ത് എന്തു തന്നെ സംഭവിച്ചാലും രാവ് വരുന്നു പകൽ വരുന്നു, രാവ് വരുന്നു പകൽ വരുന്നു. ഈ രാപ്പകലുകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെ നിശ്ചയിച്ച റൂട്ടിൽ അവർ എന്തു തന്നെ ആയാലും ആ റൂട്ടിൽ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആർക്കും അവരെ തടുത്തു നിർത്താൻ കഴിയില്ല. കദ്ദഹിരി, അതിന്റെ എന്താ? മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബാക്കളാണല്ലോ 313 ആളുകൾ. ഈ 313 കുറച്ച് ആളുകൾ എവിടെ നിന്ന് പോയവരാണ്? മക്കയിൽ നിന്ന് പോയവരാണ്. എങ്ങനെയാണ് അവർ മക്ക വിട്ടത്? യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കല്ലോ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില. മൂസാ നബിയെ, അങ്ങനെ യുദ്ധം ആവശ്യമുണ്ടോ? ഇജ്ജു എന്റെ പടച്ചോനം പോയി ചെയ്തുകൂടി, ഞങ്ങളെ വഴിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമ, ബനു ഇസ്രായേൽക്കാർ. അതേ സമയത്ത് നബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന സ്വഹാബാക്കൾ ആരാണ്? അറേബ്യൻ ഗോത്രത്തിൽ മക്ക മണലാരണ്യത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉടമകൾ, വലിയ മാർക്കറ്റിന്റെ ഉടമകൾ, വലിയ ഭരണാധികാരമുണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആ രാജ്യത്തെ ഉന്നതമായ തറവാട്ടിൽ പിറന്നിരിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും ധനാഢ്യനായ, ഏറ്റവും കുലീനമായ തറവാട്ടിൽ ജനിച്ച മഹാന. രാവിലെ ധരിച്ചിരിക്കുന്ന ഡ്രസ് 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ അന്ന് രാജ്യത്ത് ഭൂലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഡ്രസ്സ് ധരിക്കുന്ന ആളാണ് ആര്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അന്നത്തെ ആളുകൾക്കൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. എന്താ? ഒരു കാറ്റിൽ നല്ല വാസന ഇങ്ങനെ വന്നാൽ അറബികൾ പറയും, മിസ്അബ് എങ്ങാനും ഈ വഴിക്ക് പോയോ എന്ന്. അത്ര നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്, പിതാവ്, കൂട്ടുകാർ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ എല്ലാം അദ്ദേഹം ഒരു രാജകുമാരനെ പോലെയായിരുന്നു ഖുറൈശികളുടെ സദസ്സിൽ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരു വേള മക്കായുടെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോൾ നബി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ ഇടയായി. ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വന്നു. ഖുർആനിന് അങ്ങനെ വല്ലാത്തൊരു കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെ ഒരാൾ ഖുർആൻ ഓതുക, ബാക്കിയുള്ള ആളുകൾ കേൾക്കുക, അത് വല്ലാത്ത പുണ്യമുള്ള കാര്യം. ഖുർആൻ കേട്ടിട്ട് ആളുകളുടെ മനസ്സിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഉയർത്തിപ്പിടിച്ച വാളുമായി ധീരശൂര പരാക്രമിയായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം കുടുംബത്തിലേക്ക് സഹോദരിയുടെ അടുക്കലേക്ക് പോകുമ്പോഴല്ലേ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഖുർആനിന്റെ ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോൾ ആ ശ്രവണ സുന്ദരമായ ആ മാധുര്യമുള്ള കലാം അല്ലാഹുവിന്റെ ഖുർആൻ. എന്താണ് ഖുർആനിന്റെ ശക്തി? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറഞ്ഞതെന്താ? ആശയ ഗാംഭീര്യമുള്ള ഖുർആൻ, ആശയ ഗാംഭീര്യമുള്ള വാക്കുകളാണ് നബിയെ തങ്ങൾക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഓർമ്മപ്പെടുത്തുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇരിക്കുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ വഹയുമായി വരുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ കാലിങ്ങനെ എടുത്തിട്ട് ഞങ്ങളെ മടിയിലേക്ക് വെച്ചാൽ ഒരു 10 ആളുകളുടെ വെയിറ്റ് ആ കാലിനുണ്ടായിരുന്നു വഹി ഇറങ്ങുന്ന സമയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശരീരമാകെ വിയർത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ശരീരത്തിനുള്ള ഭാരം അത്ര കൂടുതലാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഖുർആൻ ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമുള്ള വൈജ്ഞാനിക മേഖല ഏതെല്ലാം ഉണ്ടോ ആ വിജ്ഞാനങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ആ ഖുർആൻ ഉൾക്കൊള്ളാൻ, ഖുർആനെ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി, ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധി ഖുർആൻ മനസ്സിലാക്കാൻ മാത്രം മതിയായതല്ല. ഖുർആനിന്റെ വളരെ ചുരുക്കം ആശയങ്ങൾ, ഖുർആനിന്റെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് അതിനെ ബുദ്ധിയുള്ളൂ നമുക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ അത്രയും വലിയ കുലീന തറവാട്ടിൽ നിന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വന്നു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നാടും വീടും കുടുംബവും എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന പലരുടെയും ചരിത്രം എന്താണ്? ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പുറത്താണ്, മക്കൾ അപ്പുറത്താണ്, അതുപോലെ മറ്റെല്ലാം അപ്പുറത്താണ്. ആ സമയത്താണ് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി 10 വർഷക്കാലം കുറഞ്ഞ ആളുകളെ കൊണ്ട് മക്കയിൽ ഇസ്ലാം മത പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 10 വർഷക്കാലം 40ാമത്തെ വയസ്സ് പൂർത്തിയായി റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിച്ചു. 51ാമത്തെ വയസ്സാകുമ്പോഴാണല്ലോ മദീനയിലേക്ക് പോകുന്നത്. ആ 51ാമത്തെ വയസ്സുൾപ്പെടെ 10 വർഷക്കാലം മക്കയിൽ താമസിച്ചിട്ട് തുച്ഛം ആളുകളെ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ സമയത്തോ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ശത്രുക്കളിൽ നിന്ന് എല്ലാവിധ എതിർപ്പുകളും, എതിർപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അത് മുഴുവനും സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എന്താ? മിസ്അബ് തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. വീട്ടിന്റെ അകത്ത് രഹസ്യമായി ഇബാദത്ത് ചെയ്യുകയാണ്, ആരും അറിയില്ല. പക്ഷേ ഖുറൈശികളുടെ മദ്യശാപ്പിന്റെ സദസ്സിലേക്ക്, ഖുറൈശികളുടെ ചർച്ചാവേദിയിലേക്ക്, ഖുറൈശികളുടെ മറ്റുള്ള സദസ്സുകളിലേക്കൊക്കെ മിസ്അബ് പോകുന്നതിൽ നിന്ന് കുറച്ചു വന്നു. ആളുകളിൽ സംസാരം തുടങ്ങി. എന്താണ് മിസ്അബിന് മാറ്റം? മിസ്അബ് ഓരോ മണിക്കൂറിലും മാറ്റിയിരുന്ന ഡ്രസ്സ് ഇപ്പോൾ മാറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾക്കൊക്കെ മാറ്റമുണ്ടല്ലോ, മുഹമ്മദിനെ എങ്ങാനും മിസ്അബ് കണ്ടുമുട്ടിയോ എന്നൊക്കെ ചർച്ചയായി. അവസാനം രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്ന ശത്രുക്കൾ കണ്ടു. അവർ പ്രായമായിരിക്കുന്ന മിസ്അബിന്റെ മാതാവിനെ സ്വാധീനിച്ചു. ഒന്നുകൊണ്ടും പിന്തിരിയുന്നില്ലെന്ന് കണ്ടപ്പോൾ പ്രായമായ മാതാവിനെ ശത്രുക്കൾ സ്വാധീനിച്ചു. എന്നിട്ട് മിസ്അബിന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ ഈ വിശ്വാസത്തിൽ നിൽക്കുകയാണോ ഞാൻ ഭക്ഷണം കഴിക്കാതെ മരിക്കും, ഞാൻ വെള്ളം കുടിക്കാതെ മരിക്കും എന്നുമ്മ മകനോട് പറഞ്ഞു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ വെള്ളം കുടിച്ചോളണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളണം, ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയില്ല. ദിവസങ്ങളോളം ഉമ്മ ഭക്ഷണം കഴിക്കാതായപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ മരിച്ചാലും എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ മരിക്കുകയാണോ, നിങ്ങൾ മരിക്കുക എന്നല്ലാതെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്കുള്ള വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മിസ്അബ് തങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയക്കുന്നത്. 7 ആളുകൾ മദീനത്ത് നിന്ന് മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, അവർ ചന്തസ്ഥലം, മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഒരു ചന്തസ്ഥലമുണ്ട്. ആ ചന്തസ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ കണ്ടെത്തി. 6 പുരുഷന്മാരും നസീബ എന്ന് പേരുള്ള ഒരു സ്ത്രീയുമായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഖുർആൻ പഠിപ്പിക്കാൻ മദീനയിലേക്ക് ആളുകളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യമായി മദീനയിലേക്ക് അയച്ചു കൊടുത്തത് ഈ മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആ ഖുർആൻ മദീനത്ത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇങ്ങനെ ഖുർആൻ കേൾക്കാൻ വരാൻ തുടങ്ങി.
മിസ്അബിന്റെ ഖുർആനോത്ത് കേൾക്കാൻ വേണ്ടി ആളുകൾ വന്നു തുടങ്ങി. അങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ ഖുർആനിൽ ആകർഷിച്ചു. അങ്ങനെ എല്ലാ വീടുകളിലും എല്ലാ പ്രദേശങ്ങളും മദീനത്തിന്റെ പരിസരങ്ങളിലൊക്കെ മിസ്അബിന്റെ ഖുർആനോത്തിനെ കുറിച്ച് ചർച്ചയായിട്ടുണ്ട്. എല്ലാവരും ആ സദസ്സിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ദാഹിക്കുന്നു. ഈ ഖുർആൻ കൊണ്ടുവന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബിയെ ഒന്ന് കാണണം എന്നെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബഹുമാനപ്പെട്ട 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയുണ്ടല്ലോ, എന്തായിരുന്നു പേര്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഖുർആൻ ഓതാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാർ, നല്ല ഈണത്തിൽ ഖുർആൻ ഓതുന്ന 5 സ്വഹാബാക്കൾ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സാലം മൗല അബീ ഹുദൈഫ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബാക്കൾ. അവരുടെ ഖുർആനോത്തി എന്താണ്? മഹാനായ റസൂലുള്ളാഹി സയ്യിനൂ അസ്വാതകും ബിൽ ഖുർആൻ, നല്ല സൗണ്ടിൽ നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ മാനസികമായി റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആ ഈണത്തിൽ ഖുർആൻ ഓതുന്ന ആളുകളെ വിളിക്കും, മോനെ നീ ഒന്ന് ഓത്, ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി ആ ഖുർആൻ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്ന സ്വഹാബാക്കളെ വിളിച്ചിട്ട്, മോനെ നീ ഒന്ന് ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയാറ് പതിവാണ്. അങ്ങനെയുള്ള സ്വഹാബാക്കൾ മദീനത്ത് പോയി ഖുർആൻ ഓതി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇരിക്കട്ടെ. അങ്ങനെയുള്ള മിസ്അബിനെ പോലുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എല്ലാവിധ എതിർപ്പുകളും അവർക്കുണ്ട്. പക്ഷേ നബി തങ്ങൾ ക്ഷമിച്ചു, നബി തങ്ങൾ സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100% ക്ഷമയോട് കൂടെ താമസിച്ചു. 10 വർഷക്കാലം. അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, മദീനയിലേക്ക് പുറപ്പെടണം. മദീനയിലേക്ക് പുറപ്പെടണമെന്ന ഓർഡർ കിട്ടിയപ്പോൾ നബി മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവർ മദീനയിലേക്ക് പുറപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സ്വഹാബാക്കളുടെ മനസ്സ് നിങ്ങൾ ഓർക്കണം. എന്താണ്? ജീവിതകാലത്ത് എന്തൊക്കെ ഒരാൾ സമ്പാദിച്ചിട്ടുണ്ടോ അത് മുഴുവനും മക്കയിലാണുള്ളത്. ജീവിതകാലത്ത് സമ്പാദിച്ച വീട് മക്കത്താണ്, സമ്പത്ത് മക്കത്താണ്, തോട്ടങ്ങൾ മക്കത്താണ്, കച്ചവടങ്ങൾ എവിടെയാണ്, മാർക്കറ്റ് എവിടെയാണ്, എല്ലാം മക്കയിലാണുള്ളത്. അതോടൊപ്പം നാം മനസ്സിലാക്കണം, വാപ്പ മക്കയിലാണ്, മകനാണ് പോകുന്നത്. മക്കൾ മുഴുവനും മക്കയിലാണ്, വാപ്പയാണ് പോകുന്നത്. ഭാര്യയും കുട്ടികളുമൊക്കെ ഇവിടെയാണ്, ഭർത്താവാണ് പോകുന്നത്. ഹിജ്റ പോകുന്ന ആളുകൾ കുടുംബസമേതം അല്ല, ഒരു കുടുംബത്തിൽ നിന്ന് ഒറ്റയും തെറ്റിയും ആളുകളെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുള്ളൂ. അവർ ഭാര്യ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, കൂട്ടുകുടുംബാദികളെ ഉപേക്ഷിച്ചുകൊണ്ട്, സ്വത്തുക്കളും മറ്റും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് അങ്ങോട്ട് പലായനം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ മദീനയിൽ എത്തിയിരിക്കുന്ന സ്വഹാബ മദീനയിൽ ഏകദേശം ഹിജ്റ 1 വർഷക്കാലം പൂർണ്ണമായും മദീനയിൽ താമസിച്ചു. 1 വർഷം കൊണ്ട് മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു. പുറത്തു നിന്നുള്ള ആളുകളും ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. ഇസ്ലാമതം സ്വീകരിക്കുന്നവരൊക്കെ മദീനയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. മദീനയിൽ ഉള്ള കുറച്ച് ജൂതന്മാരായ ആളുകളുണ്ട്. അവർ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ ആകാവുന്ന രൂപത്തിലൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജൂതന്മാർ അന്നും ഇന്നും എന്നും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുതയാണ് ജൂതന്മാർ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്നും നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കയ്യിലാണ്. ബദരീങ്ങളുടെ റമദാനിന്റെ ഹക്ക് കൊണ്ട് അത് മോചിപ്പിക്കാൻ മുസ്ലിം ലോകത്തിന് അള്ളാഹു ശക്തി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജൂതന്മാർ ഇടയ്ക്കിടെ ഇങ്ങനെ ശല്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഹിജ്റയുടെ 2ാം വർഷം വന്ന പരിശുദ്ധ റമദാനു ശരീഫ്, ആ റമദാനു ശരീഫിൽ അള്ളാഹുവിന്റെ ഓർഡർ വന്നു, നബിയെ ഇനി നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് ഒരു പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിങ്ങൾ നിൽക്കേണ്ടതില്ല. ശത്രുക്കൾ നമ്മുടെ ക്ഷമയുടെ ആഴം പരിശോധിക്കാൻ വേണ്ടിയല്ലാതെ, അവർ നമ്മുടെ ക്ഷമ അവർക്കൊരു മുതൽക്കൂട്ടായി വരികയല്ലാതെ, അവർ പിന്തിരിയാനോ, അവർ സത്യം മനസ്സിലാക്കാനോ, അവർ സന്മാർഗത്തിന്റെ പാതകളിലേക്ക് തിരഞ്ഞെടുക്കാനോ അവർ മുതിരാതിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം സൈന്യത്തെ തങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ കൽപ്പനയുമായി മലക്ക് ജിബ്രീൽ നബിയെ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണമെന്ന ഓർഡർ കിട്ടുകയുണ്ടായി. ഹിജ്റയുടെ 2ാം വർഷം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ ഓർഡർ കിട്ടിയപ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ തന്നെ നാടും വീടും കുടുംബവും മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ സ്വഹാബാക്കൾ. അൻസാരികളായ സ്വഹാബാക്കളും
ചേർന്ന് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരുടെ കൂടെയുള്ള സൈന്യം ആകെ പരിശോധിച്ചാൽ 300 ചില്ലറയുടെ കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ റിപ്പോർട്ടുകളിൽ കാണാം. അത് 313 അല്ല 314 ഏതായാലും 320 കടക്കുന്നതില്ല. ഒക്കെ 318, 15, 14 എന്നിങ്ങനെ പോകും. അതേ സമയത്ത് മക്കയിൽ നിന്ന് ബദറിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുന്ന കുഫാറുകളോ, ആ കുഫാറുകളുടെ എണ്ണം 1300 അവർക്കോ എല്ലാവിധ യുദ്ധസാമഗ്രികളും അവരുടെ കയ്യിൽ റെഡിയാണ്. യുദ്ധത്തിൽ പയറ്റിത്തെളിഞ്ഞിരിക്കുന്ന എല്ലാവരും അവരുടെ കൂടെയുണ്ട്. എല്ലാ സ്വാധീനങ്ങളും അവർക്കാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബാക്കൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളും 313 സ്വഹാബാക്കളും ഇന്ന് നിങ്ങൾ പോയാൽ കാണാം. പഴയ മക്ക മദീന റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശുഹദാ ബദർ എന്ന ചെറിയ ബോർഡ് ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബദറിൽ പോയിക്കൊണ്ട് നമുക്ക് ആ ബദറിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പോയി നോക്കിയാൽ സുബ്ഹാന ജല്ല ജലാലു 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഈമാനുള്ള ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് ചിന്തിച്ചു പോകും. ആ സ്ഥലം കാണുന്ന സമയത്ത് തന്നെ സുബ്ഹാനല്ലാഹ്, അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളും 300 ചില്ലറ ആളുകളും പുറപ്പെടുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുഭാഗം ഒരു ഭാഗത്ത്, ഇടഭാഗത്ത് ഈ സ്വപ്പിൽ ശത്രുക്കൾ നിൽക്കുന്നു, വലഭാഗത്ത് ഈ സ്വപ്പിൽ മുഅ്മിനീങ്ങൾ നിൽക്കുന്നു. മുഅ്മിനീങ്ങളും ശത്രുക്കളും മുഖാമുഖം ഇങ്ങനെ നിൽക്കുമ്പോൾ ആരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്? നേരെ മുഖാമുഖം നിന്നുകൊണ്ടാണ് യുദ്ധം. എവിടെയെങ്കിലും ഹോസ്പിറ്റലിന് മുകളിലോ പള്ളിക്ക് മുകളിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന് മുകളിലോ റേഷാപ്പിൽ പാവങ്ങൾ റേഷൻ വാങ്ങാൻ വേണ്ടി വന്ന് തിരക്ക് കൂടുമ്പോൾ അതെവിടെയോ കൊണ്ടുപോയിട്ട് ബോംബിടലല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂലിപ്പട്ടാളമാണ് ഇന്നത്തെ യുദ്ധമൊക്കെ. ഏതെങ്കിലും ഒരുത്തിന് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഇല്ലേ, മനുഷ്യ ബോംബ്, എന്തെല്ലാം സൈസ് ബോംബ് അല്ലേ. എന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലും 313 ആളുകളും പുറപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ആയുധധാരികളല്ല, അവരുടെ കയ്യിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, അവരുടെ കയ്യിൽ കുതിരകളില്ല, മറ്റ് പ്രത്യേകമായ യുദ്ധത്തിനാവശ്യമായ സന്നാഹങ്ങൾ ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷേ അവരുടെ കയ്യിൽ ഒരേ ഒരു ആയുധമുണ്ട്. അതെന്താ? വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് സൂക്ഷിച്ചിരിക്കുന്ന പാത്രം ശരീരമാകുന്ന സാമ്രാജ്യത്തെ നയിക്കേണ്ടത് അത് മനുഷ്യനിൽ അല്ലാഹു തആല പ്രത്യേകമായി വെച്ചിരിക്കുന്ന പാത്രമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൽബ്, ആ കൽബാണ് ശരീരമാകുന്ന സാമ്രാജ്യത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശരീരത്തെ എങ്ങോട്ടേക്ക് നയിക്കണം അത് കൽബ് ഇങ്ങനെ തീരുമാനിക്കും. കൽബിന് അതിനാവശ്യമായിരിക്കുന്ന പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശമാണ് അവരുടെ കണ്ണിലുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഭയാണ് അവരുടെ കാതിലുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രൗഢിയാണ് അവരുടെ നാക്കിലുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവരുടെ കാലിനെ ചലിപ്പിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവരുടെ കൈ ചലിപ്പിക്കുന്നത്. അവരുടെ ശരീരമാ സകലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനം 313 ആളുകളിൽ നിറഞ്ഞു നിന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവരെയും കൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടു. ആ ബദറിലെത്തിയപ്പോഴോ 1300 ചില്ലാനും വരുന്ന ശത്രുക്കളാണ് ഇപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത്. അവർ ബദറിന്റെ പരിസരത്ത് ക്യാമ്പ് ചെയ്തു. ബദറിന്റെ പരിസരത്ത് ക്യാമ്പ് ചെയ്തിട്ടോ അവർക്ക് എല്ലാവിധ കല്ലും പെണ്ണും ഞാൻ പറഞ്ഞത് എല്ലാവിധ സുഖാഡംബരങ്ങളോടുകൂടെ എല്ലാവിധ സുഖൈശ്വര്യങ്ങളോടുകൂടെ ഒരു ആർഭാടമായിരിക്കുന്ന രീതിയിലാണ് അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. മറിച്ച് യുദ്ധത്തിന്റെ രക്ഷാത്രി ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പകലിൽ അവർക്ക് നോമ്പാണ്. പകൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പിശാച് ശരീരത്തിലേക്ക് കയറുന്ന വഴികളൊക്കെ അവർ അടച്ചു വെക്കുകയാണ്. മനുഷ്യന്റെ രക്തധമനിയിലൂടെയാണ് പിശാച് കയറുന്നത്. പട്ടിണി കിടക്കുമ്പോൾ ഞരമ്പുകളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. സ്വാഭാവികമായും പിശാച് അടുത്ത് വരികയല്ലാതെ കടക്കാൻ പഴുതില്ല. പിശാച് ശരീരത്തിൽ സ്വാധീനിക്കുന്ന വഴികളൊക്കെ അടച്ചു കിടക്കുന്നു. പകലവർക്ക് നോമ്പാണ്. രാത്രി സമയമാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ഈമാനികമായ പ്രഭ, ഈമാനികമായ പ്രകാശം, ആ ഈമാനിന്റെ പ്രൗഢി അതിങ്ങനെ ശക്തി കൂട്ടുന്നതിനാവശ്യമായതൊക്കെ ചെയ്തിട്ട് അവർ ബദർ രണാങ്കണത്തിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബദർ രണാങ്കണത്തിൽ എത്തിയിരിക്കുന്ന സ്വഹാബാക്കൾ അണിയണിയായി സ്വപ്പായിട്ട് ഇങ്ങനെ നിൽക്കാൻ പോവുകയാണ്. സ്വപ്പായിട്ട് നിൽക്കാൻ പോകുമ്പോൾ ശത്രുക്കളുടെ നേതാക്കന്മാര് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ആയിരത്തി ചില്ലാനം ആളുകളാണ് ഇങ്ങനെ ദൂരെ ഇങ്ങനെ സ്വപ്പായിട്ട് അവരുടെ കാഴ്ച.
അവരുടെ കയ്യിൽ എല്ലാവിധ യുദ്ധസന്നാഹങ്ങളും ഉണ്ട്. ഇപ്പുറത്ത് നോക്കും. ആ സമയത്ത് സ്വാഭാവികമായും ശത്രുക്കളിൽ ചിലർക്കൊരു ആലോചന, ഈ പോയത്തക്കാരോട് നമ്മൾ യുദ്ധത്തിന് നിൽക്കണോ, അവരങ്ങ് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പരിഹാസത്തിന്റെ വളരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം. സാധുക്കളെ, മുഹമ്മദിന്റെ വാക്ക് കേട്ട് ആ വലയിൽപ്പെട്ടിട്ട് നിങ്ങൾ ഇതിന് നിൽക്കണോ? ഈ ശത്രുസേനയെ നിങ്ങൾ കാണുന്നില്ലേ? ആയുധധാരികളാണ്, കുതിരപ്പട്ടാളമാണ്, മറ്റെല്ലാ സൗകര്യങ്ങളുമാണ് ഈ കാണുന്നത്. ഇവരോട് യുദ്ധം ചെയ്യാൻ ഈ പോയത്തത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട എന്ന അർത്ഥത്തിൽ ശത്രുക്കൾ ഒരു പരിഹാസത്തിന്റെ രൂപത്തിൽ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ ചോദ്യം ചുണ്ട് കൂടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, ഉബൈദത്തും ഹംസത്തും സുമ്മ അലി അസ്മാഉനാ മശ്ഹൂറത്തുൻ യാ സായിലി. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉബൈദത്തും ഹംസത്തും സുമ്മ അലി, അഥവാ ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യകർത്താക്കളില്ലേ, നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് പോന്നവർ തന്നെയാണ് ഞങ്ങൾ. ആ തറവാട്ടിൽ നിന്ന് പോകുന്നവർ തന്നെയാണ്. നമ്മളൊക്കെ മക്കയിൽ ഒരു തറവാട്ടിൽ ഒരു കുടുംബത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചവരും നിങ്ങളെപ്പോലെ തറവാടിത്തമുള്ളവരും ആണത്തമുള്ളവരും ആൺകുട്ടികളും തന്നെയാണ്. ഉബൈദത്തും ഹംസത്തും സുമ്മ അലി അസ്മാഉനാ മശ്ഹൂറത്തുൻ യാ സായിലി എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടി അങ്ങോട്ട് പറഞ്ഞു. അറബികളുടെ പതിവനുസരിച്ച് ബദർ രണാങ്കണത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് യുദ്ധക്കളത്തിന്റെ ചുറ്റുഭാഗത്ത് കുതിരകളുടെ ശക്തിയായ ഓട്ടം ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കുതിരകളുടെ ഓട്ടം ഇങ്ങനെ ശക്തിയായി ബദർ രണാങ്കണത്തെ വലയം ചെയ്തുകൊണ്ട് കുതിരകളുടെ ഓട്ടം ഇങ്ങനെ നടക്കുകയാണ്. യുദ്ധത്തിൽ പ്രത്യേകം ഉപയോഗിക്കുന്ന കുതിരകളുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ വൽ ആദിയാത്ത് ലബ്ഹ ഫൽ മൂരിയാത്ത് ഖദ്ഹ ഫൽ മുഗീറാത്ത് സുബ്ഹ ഫഅതർന ബിഹി നഖഅ ഫവസതന ബിഹി ജംആ എന്നിങ്ങനെ ആ കുതിരകളെ പ്രത്യേകമായി വർണ്ണിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളും നിൽക്കുന്നു, ശത്രുക്കൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മുഖാമുഖമായി നിന്നു കഴിഞ്ഞു. കുതിരകളുടെ കുളമ്പടിയിൽ നിന്ന് പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നിട്ട് ആകെ ഒരു ഇരുൾമുറ്റിയ അന്തരീക്ഷം, ഒരു മേഘം മൂടിയിരിക്കുന്ന അന്തരീക്ഷമാണ്. ശക്തിയായ കാർമേഘമുള്ള സമയത്ത് ഇടിമിന്നെറിയുമ്പോൾ ആ ഇടിമിന്നിന്റെ പ്രകാശം പോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം സൈന്യവും ശത്രുക്കളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം അങ്ങോട്ട് കൊടുമ്പിരിക്കൊണ്ട് ശക്തിയായ സമയത്ത് പ്രകാശിക്കുന്ന വാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീശുമ്പോൾ ആ പ്രകാശമല്ലാതെ ആരുമാരുമായിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം യുദ്ധം ശക്തിയായി നിൽക്കുന്ന സമയം അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇരു കരങ്ങളും ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് സ്വഹാബാക്കൾ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ ഈ കക്ഷത്തിന്റെ വെളുപ്പ് നിറം ഞങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു. യുദ്ധം ഇങ്ങനെ ശക്തിയായി വന്നു. ആരുമാരുമായിട്ടാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത്രമാത്രം പൊടിപടലങ്ങൾ അങ്ങോട്ട് ഉയർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, യുദ്ധം ശക്തിയായിരിക്കുകയാണ്. ആ സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ സഹായത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ദുആ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഹാബാക്കൾ പറയുകയാണ്, കൈയിന്റെ ഈ കക്ഷത്തിന്റെ വെളുപ്പ് നിറം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ നിരക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവിനെ മിനിറ്റുകൾക്കകം പരാജയപ്പെടുത്തി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഹംസ റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി. സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ അല്പം പ്രായമുള്ള ആളാണ്. തന്റെ ശത്രുവിനെ വെട്ടി പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ കരിന്തുടക്ക് വെട്ടുപറ്റിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒന്നായിട്ട് പെട്ടെന്ന് വാർന്നൊഴുകിപ്പോയി. കുടുകുടാ രക്തം ഇങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ തളർന്നു വീണുപോകുമോ എന്ന് സംശയിക്കുന്ന ഘട്ടമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അതാ കൂട്ടം കൂട്ടമായിട്ട് ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ
ജിബിരീൽ, അല്ലാഹുവിന്റെ മലക്കുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അതാ ബദറിൽ മലക്കുകൾ വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലക്കുകളുടെ നേതാവ് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകൾക്ക് നേതൃത്വം നൽകുന്നു. ആ മലക്കുകളോട് മലക്ക് ജിബ്രീൽ ഫദരിബൂ ഫൗകൽ അനാഖി വദരിബൂ മിൻഹും കുല്ല ബനാൻ, ശത്രുക്കളെ എങ്ങനെയാണ് വെട്ടി പരാജയപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മലക്ക് ജിബ്രീൽ മലക്കുകൾക്ക് ഇങ്ങനെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മലക്കുകളും മുഅ്മിനീങ്ങളും ബദറിൽ നിറഞ്ഞു നിൽക്കുന്നു. ശത്രുക്കളുമായി ശക്തമായ യുദ്ധമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ യുദ്ധത്തിനാണ് ബദറുൽ കുബ്ര എന്ന് ചരിത്രം പേര് വച്ചിരിക്കുന്നത്. ആ യുദ്ധമാണ് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടക്ക്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് അന്ന് ആരെല്ലാം നബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെല്ലാം ആ യുദ്ധരംഗത്ത് അവർക്കെങ്ങാനും പരാജയം സംഭവിക്കുകയാണോ, ഇനി ഭൂമിയിൽ അല്ലാഹു അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഭൂമി ലോകത്തൊരാളുണ്ടാവുകയില്ല. അവിടെ എങ്ങാനും ബദർ യുദ്ധം പരാജയപ്പെട്ടാൽ, മുഅ്മിനീങ്ങൾ അവിടെ കൊല ചെയ്യപ്പെട്ടാൽ, മുഅ്മിനീങ്ങൾ അവിടെ നശിച്ചുപോയാൽ ഭൂമി ലോകത്ത് അല്ലാഹു അല്ലാഹ് എന്ന് പറയാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്താണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആ ദുആഇനനുസരിച്ച് വാനലോകത്തിൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനം അല്ലാഹുവിന്റെ സഹായം ബിഖംസത്തി മിനൽ മലായികത്തി മുൻസിലീൻ, 5000 മലക്കുകൾ വന്നിട്ട് ബദറിൽ പങ്കെടുത്തുകൊണ്ട് യുദ്ധം നിർവഹിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടക്കമുള്ള ധീരശൂര പരാക്രമികളായ ആളുകൾ, അതുപോലെ തന്നെ മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യരായ ആളുകൾ, ഭരണാധികാരികളായ ആളുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും ചത്തുവീഴുന്ന അവസ്ഥയാണ് ബദറിൽ കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന സ്വഹാബ, ആ സ്വഹാബാക്കൾക്ക് അതുകൊണ്ട് തന്നെ അവരുടെ നാടും വീടും കുടുംബവും മറ്റെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന ഖാലല്ലാഹു അസ്സ വജൽ, മുഅ്മിനീങ്ങളുടെ സമ്പത്തും മുഅ്മിനീങ്ങളുടെ ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ഇശ്തറാ, അല്ലാഹു തആല വാങ്ങിയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ സമ്പത്തും മുഅ്മിനീങ്ങളുടെ ശരീരവും അത് അല്ലാഹു തആല വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ ശരീരം കൊടുക്കാൻ തയ്യാറാണോ? നല്ല വില നിങ്ങളുടെ ശരീരത്തിന് തരും. എന്താണ്? നിങ്ങളുടെ സമ്പത്ത് അല്ലാഹുവിന് കൊടുക്കുക, നിങ്ങളുടെ ശരീരം അല്ലാഹുവിന് കൊടുക്കുക. അങ്ങനെ ശരീരവും സമ്പത്തും അല്ലാഹുവിന് കൊടുത്താൽ ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗം തരുന്നുണ്ട്. സ്വർഗമാണ് അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത്. നിങ്ങളുടെ ശരീരം ഇങ്ങോട്ട് തന്നോ, നിങ്ങളുടെ സമ്പത്ത് ഇങ്ങോട്ട് തന്നോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. ഇത് അല്ലാഹു തആല അങ്ങോട്ട് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഹാബാക്കൾ അവരുടെ ശരീരവും കൊടുത്തു, അവരുടെ സമ്പത്തും കൊടുത്തു. ആ ശരീരവും സമ്പത്തും അവരങ്ങോട്ട് കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിരിക്കുന്ന വിജയം, അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന പദവി, ആ പദവിയുടെ ഉദാഹരണം മനസ്സിലാക്കാൻ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പ്രായമായിരിക്കുന്ന ഉമ്മ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, ഒരു പ്രായമായിരിക്കുന്ന ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ആ ഉമ്മയുടെ മകൻ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ പരിക്ക് പറ്റിയിട്ടുണ്ട്, മുസീബത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഉമ്മ, പ്രായമായിരിക്കുന്ന ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് ആ കിഴവി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ, എന്റെ മകൻ ഹാരിസിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? വബിഹാരിസിൻ 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണാം, ഹാരിസത്ത വബിഹാരിസത്ത വബിഹാരിസത്ത വബിഹാരിസത്ത. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ അണികളിൽ നിന്ന മഹാനല്ല, യുദ്ധത്തിന്റെ അണികളിൽ ആ സ്വപ്പിൽ നിന്ന കൂട്ടത്തിലല്ല, മറിച്ച് ദൂരെ നിൽക്കുന്ന അമ്പും പിടിച്ചുകൊണ്ട് പ്രത്യേകമായ പരിശീലനത്തോടുകൂടെ അമ്പെഴുത്തിൽ പരിശീലനമുള്ള ആ സ്വഹാബി ദൂരെ ഇങ്ങനെ പ്രത്യേകമായി കാവൽ നിൽക്കുകയാണ്. ആ അമ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ സ്വഹാബിക്ക് ശക്തിയായ ദാഹമുണ്ടായി. ദാഹമുണ്ടായപ്പോൾ തൊട്ടടുത്ത് കുടിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വെള്ളത്തിന്റെ തടാകമുണ്ട്. ആ വെള്ളത്തടാകത്തിൽ പോയി വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ശത്രുവിന്റെ ഒരു അമ്പ് വന്നിട്ട് ബഹുമാനപ്പെട്ട ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വന്ന് പതിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ആ അമ്പ് വന്ന് തറച്ചിട്ട് അദ്ദേഹത്തിന് മുസീബത്ത് സംഭവിച്ചപ്പോൾ ബദർ യുദ്ധമൊക്കെ
കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി ബദരീങ്ങൾക്കുള്ള പദവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബദരീങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്ഥാനം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബദരീങ്ങളെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഇറങ്ങി വന്നിട്ട് മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീകും, ബദരീങ്ങൾക്ക് നിങ്ങളിൽ കൊടുക്കുന്ന സ്ഥാനം നിങ്ങൾ എന്താണ്, ബദരീങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന എന്താണ്, ബദരീങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പദവി എന്താണ്, ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, ലോകത്ത് കഴിഞ്ഞുപോയ, ലോകത്ത് വരാനിരിക്കുന്ന, ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് ബദരീങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിയോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലോ, ബദറിൽ പങ്കെടുത്തിരിക്കുന്ന ആത്മ ബിൻ അബീ ബൽതാഅത്ത് എന്ന സ്വഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറിയ ഒരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ പാടില്ല, ഒരു ചെറിയ ആലോചനക്കുറവ് ബഹുമാനപ്പെട്ട സ്വഹാബിയിൽ സംഭവിച്ചു. എന്തായിരുന്നു അത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനം, തന്റെ കുട്ടികളും മക്കളുമൊക്കെ മക്കയിലുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഒരു കത്ത് എഴുതിയിട്ട് റസൂലുള്ളാഹിന്റെ രഹസ്യ ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനം ശത്രുക്കൾ താമസിക്കുന്ന നാട്ടിലേക്ക് എഴുതി അറിയിച്ചു. അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എഴുത്തൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ എഴുത്ത് കൊടുത്തു. ആ എഴുത്തുമായി കൊണ്ട് സ്ത്രീ പുറപ്പെട്ടിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഉന്നതന്മാരായ സ്വഹാബാക്കളെ കൂട്ടി ചർച്ച ചെയ്തിട്ട് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ആ തീരുമാനം ബഹുമാനപ്പെട്ട ബദറിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു സ്വഹാബി എഴുതി അറിയിച്ചു, ഇന്നാലിന്ന ദിവസം നബിയും സ്വഹാബാക്കളുമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രഹസ്യം പുറത്തറിയിക്കാൻ വേണ്ടി എഴുത്തെഴുതി. ബഹുമാനപ്പെട്ടവർ എഴുതാൻ എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ ചെറിയ മക്കളും മറ്റുമൊക്കെ അവിടെയുണ്ട്. നബിയും സ്വഹാബാക്കളും ചെന്നുകൊണ്ട് അങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ അവർക്കെങ്ങാനും വല്ലതും സംഭവിച്ചെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട്, അത് സംഭവിക്കാതെ, മുസീബത്ത് സംഭവിക്കാതെ അവർ ഇസ്ലാമിൽ വരികയാണെങ്കിൽ അതാണല്ലോ ഉത്തമം എന്നൊക്കെ മനസ്സിലാക്കി ആ സ്വഹാബി ഒരു എഴുത്തെഴുതി. ആ എഴുത്ത് മക്കയിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ തയ്യാറാക്കി. ആ സ്ത്രീ എഴുത്തുമായി കൊണ്ട് പോവുകയാണ്. ഈ എഴുത്തുമായി പോകുന്ന സമയത്ത് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ, തങ്ങൾ എടുത്തിരിക്കുന്ന രഹസ്യ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം ഇതാ മക്കയിലുള്ള ആളുകൾ അറിയാൻ പോവുകയാണ്. ഒരു സ്ത്രീയുടെ കയ്യിൽ എഴുത്തുമായി കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ത്രീയെ പിടികൂടിയിട്ട് അവളെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങണം. ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഓർഡർ വന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 2 സ്വഹാബാക്കളെ വിളിച്ചു. എന്നിട്ട് ആ സ്ത്രീയുടെ അടുക്കലേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സ്ത്രീയെ വഴിക്ക് വെച്ചുകൊണ്ട് കണ്ടുമുട്ടി അവളോട് എഴുത്ത് ചോദിക്കുമ്പോൾ അവൾ നിഷേധിക്കുന്നു, എന്റെ കയ്യിൽ എഴുത്തില്ല, അങ്ങനെ ഒരു എഴുത്ത് എന്റെ കയ്യിലില്ല. എവിടെ നോക്കിയിട്ടും ആ സ്ത്രീയിൽ നിന്ന് എഴുത്തി എങ്ങനെ പരിശ്രമിച്ചിട്ടും കിട്ടാനില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്റെ സ്വയസിദ്ധമായ ശൈലി അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട്, ആരാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ എങ്ങാനും ആ എഴുത്ത് തരുന്നില്ലേ, നിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് നിന്റെ വസ്ത്രം അഴിക്കും, നിന്റെ വസ്ത്രം ഞാൻ അഴിച്ചു കളയുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ശക്തിയായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ എഴുത്തെടുത്തു കൊടുത്തു. എഴുത്ത് മുടിയുടെ കെട്ടിന്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളെ പത്രത്തിലൊക്കെ എന്തെങ്കിലും വാർത്ത വന്നാൽ അത് കണ്ടിട്ട് ആൾക്കാർ പിന്നെ അതുപോലത്തെ പരിപാടി ചെയ്യല. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളെ തയ്യാറാക്കിയിട്ട് മുടിക്കെട്ടിന്റെ ഉള്ളിൽ മയക്കുമരുന്ന് കൊടുത്തേക്കാൻ നിൽക്കണ്ട. സൂര്യനെല്ലിയിൽ ഒരു പെൺകുട്ടിനെ ആൾക്കാർ കൂട്ടിക്കൊണ്ടേറ്റുണ്ടാക്കി ബലാത്സംഗം ചെയ്തു വന്നു. ആ റിപ്പോർട്ട് പത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു. ഇപ്പൊ നോക്കുമ്പോ തുടർച്ചയായിട്ട് ബലാത്സംഗം തന്നെ അല്ലേ. ഓരോ വാർത്തകൾ ഇങ്ങനെ കിട്ടിയോ, ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടിയിലെ. അപ്പോഴാണ് ആളുകൾ ആലോചിക്കുന്നത്. ഇപ്പൊ ബലാത്സംഗത്തിന്റെ വാർത്ത ഇല്ലാത്ത പേപ്പർ വരില്ലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചുപോയി, നാണം കെട്ടുപോയി. ഞാൻ അന്നൊരിക്കൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൂമിയിൽ കണ്ട കൂട്ടത്തിൽ ഏറ്റവും വലിയ വികാരജീവിയാണ് കോഴി. ഒരു പൂവൻകോഴിക്ക് പെടക്കോയിനെ കണ്ടാ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയില്ല, കാലിയാരെ മുമ്പിൽ വെച്ചിട്ടുന്നാള്. പിന്നെ ഞാൻ ഇതിനും ഇതെന്താ ബാക്കി പറയാനുള്ളത്. അത്ര അതാണ് കോഴിയുടെ സ്വഭാവം. എന്നാലും ആ കോഴിക്കും ഒരു മാന്യതയുണ്ട്. എന്താ? ഒരു പെടക്കോഴി ഒരു പൂവൻകോഴി, അല്ലാതെ 40 പൂവൻകോഴി കൂടിയിട്ട് ഒരു പെടക്കോഴിനെ ഏർപ്പാടാക്കുക എന്നുള്ളതില്ല.
മനുഷ്യൻ ഉലായിക കൽ അൻആമി ബൽഹും അദല്ല്, അല്ലേ? മൃഗത്തെക്കാൾ മനുഷ്യൻ അധപ്പതിക്കും എന്ന് പറഞ്ഞത് അല്ലേ? ഈ ബലാത്സംഗത്തിന്റെ കേസിലുള്ളവരാരൊക്കെ? ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അഡ്വക്കേറ്റുമാര്, അങ്ങനെ നല്ല നല്ല പോസ്റ്റിലുള്ള ആൾക്കാരൊക്കെ. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പെൺമക്കളെ അള്ളാഹു സലാമത്താക്കുമാറാണ്. പടച്ചവനെ ബദരീങ്ങളെ ഹക്കുകൊണ്ട് ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ റഹ്മാൻ. അവർക്ക് നീ പ്രത്യേക കാവലാകണേ റഹ്മാനെ. പടച്ചവനെ കണ്ണെത്താത്ത ദൂരത്ത് ഞങ്ങളെ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ഹലാലായ റിസ്ക്കിന് വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ് റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നീ കാവലാകണേ റബ്ബുരാൻ. അവരെ നീ നന്നാക്കണേ റഹ്മാനെ. പടച്ചവനെ നിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനവും ഇസ്സത്തും നൽകണേ റബ്ബുരാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾ നീ ഐബാക്കല്ലേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ മക്കൾക്ക് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഇസ്ലാമിന്റെ പ്രാഥമിക പരിശീലനം, 10 മുതൽ 15 വരെ നിർബന്ധ പരിശീലനത്തിന്റെ കാലഘട്ടമാണ്. ഞങ്ങൾ അവരോട് കൂടെയില്ല. നീ ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. മക്കളെ നന്നാക്കണേ റഹ്മാനെ. പടച്ചവനെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ. സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. മക്കളില്ലാത്ത ഒരു കുഞ്ഞിന്റെ മുഖം കത്ത് ചുമ വെക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബുരാനെ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ റഹ്മാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി എത്ര ദുആ ചെയ്താലും മതിയാവുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ വാർത്ത ഇങ്ങനെ വായിക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു ചിലപ്പോൾ ഓർത്തുപോകും, മക്കളൊന്നും വേണ്ടിയിരുന്നില്ല. അത്ര ഗൗരവമാണ്, അത്ര ഗൗരവമാണ് വിഷയം. പക്ഷെ കാലഘട്ടം അങ്ങനെ ഫസാദായി എന്ന് വിചാരിച്ചിട്ട് മക്കളെ വേണ്ടാന്ന് ചേർക്കാൻ പറ്റും? അത് പറ്റില്ല. പണ്ട് ഇയാൾ ചോദിച്ചു, എന്നാ പിന്നെ എന്തിനാ ഇത് നിന്നതെന്ന് ചോദിച്ചു. ഞാനുണ്ടോ ഇതറിയണേ? കാലിയാർ പറഞ്ഞു ജി ചെല്ലു എന്ന് പറഞ്ഞു, ഞാൻ ചെല്ലി. മറ്റേ ആളോട് പറഞ്ഞു ജി ചെല്ലു പറഞ്ഞു, ഓനും ചെല്ലി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചെല്ലി. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു എന്നുകൊണ്ട് ഞങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ മക്കളെ കാര്യമായിട്ട് നാളെ മശ്ശറാമുറ്റത്ത് വെച്ചുകൊണ്ട് വിരൽ കടിക്കുന്ന രംഗം ഖുർആൻ തന്നെ വളരെ വ്യക്തമായും ഗൗരവമായും താക്കീതിന്റെ സ്വരത്തിലും നമ്മെ ഉണർത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മളെ മക്കളെ നന്നാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അറ്റാക്ക് രോഗങ്ങൾ ഓരോന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും റമളാനായ പത്രം ഇങ്ങനെ കാണുന്നു. സുബ്ഹാനല്ലാഹ്, 6 മക്കളുള്ള പിതാവ് മരണപ്പെട്ടു. 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഫോട്ടോ നിങ്ങൾ മിഞ്ഞാന്ന് നാലാ പത്രത്തിൽ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടികളും ഉമ്മയും നിൽക്കുന്ന കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ഖൽബ് പടപടക്കുകയാണ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്, എത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അടുത്ത് വിവാഹപ്രായമാകാൻ പോകുന്ന കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ പത്രങ്ങൾ നിങ്ങൾ വായിക്കുന്നില്ലേ? പണ്ടൊക്കെ മുന്തിയ രോഗം ആർക്കാണ്ടാകരുത്? വലിയ വലിയ മുതലാളിമാർക്കൊക്കെ ഉണ്ടായത്. ഇപ്പൊ എല്ലാവർക്കും അറ്റാക്ക് പോലത്തെ രോഗങ്ങളൊക്കെ ആർക്കാണ്ടാവര്? അതൊക്കെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ വലുതും ചെറുതൊന്നും വ്യത്യാസമല്ല. എന്തുകൊണ്ട്? ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണം ഇപ്പൊ കഴിക്കുന്നിടത്ത് സാധുവും മുതലാളിയും വ്യത്യാസമുണ്ട്. മുതലാളിനെക്കാട്ടിലും നല്ല ഭക്ഷണം സാധുക്കളായിരിക്കണം. മുതലാളി ഇത് 5 കിട്ടിയാൽ 10 ആക്കാന്ന് വിചാരിച്ചിരിക്കാം. മറ്റോ 5 കിട്ടിയാൽ അത് ചെലവാക്കാൻ എന്താ വയ്യെന്ന് ആലോചിക്കണം. കിട്ടിയോടുമ്പോ ഈ 5 ഒരു 100 റുപ്യ കിട്ടിയ അതാണ് ചെലവാകാഞ്ഞാൽ എന്താണ് പടച്ചോ. ഞാൻ എന്റെ അമ്മാന്റെ അടുത്ത് ഒരു 100 റുപ്യ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കും. അത് ചെലവാക്കാനുള്ള ഒരു തിരക്ക്. വന്ന മക്കളോടൊക്കെ പറഞ്ഞു, എന്റെ അടുത്ത് 100 റുപ്യ ഉണ്ട്, അത് കേട്ട് ഞാൻ ഇത് ഏതായാലും അടുത്ത കാലത്തൊന്നും 200 ആകണ മട്ടല്ല എന്നുള്ളത് ഉറപ്പം. മറ്റോൻ അങ്ങനെയല്ലല്ലോ. ഇന്ന് 100 കിട്ടിയാൽ അപ്പം മറ്റേ 200 ആക്കണം. 200 കിട്ടിയാൽ ഒരു 300 കൂടി കിട്ടിയ ഇത് 500 ഒറ്റ നോട്ടാക്കി വെക്കായിരുന്നു എന്നല്ലേ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചാതു മുതലാളി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഭക്ഷണം ആയി. അപ്പോ ഇന്ന് രോഗങ്ങളും അങ്ങനെ തന്നെ. സാധുവിനും മുതലാളിക്കുള്ള വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നാട്ടിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി അങ്ങോട്ട് ബസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു, അല്ലേ? സുബ്ഹാന ജല്ലാഹ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരുപോലെ അധ്വാനിക്കുന്ന നമ്മുടെ ചെമ്മാട്ടുള്ള സിദ്ദീഖ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ശിഫയായി കൊടുക്കുമാറാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ച് കയ്യിന് ചെറിയൊരു പൊട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പൊ ശ്വാസത്തിന് ചെറിയൊരു തടസ്സം. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. അപ്പൊ മദ്രാസിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി മദ്രാസിൽ നിന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വാൾവിന് കുഴപ്പമുണ്ട്, ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണം. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഓപ്പറേഷന് ഡേറ്റ് കൊടുത്തിരിക്കാം. പടച്ച റബ്ബ് ശിഫയായി കൊടുക്കുമാറാണ്. പടച്ചവനെ നീ ശിഫയാക്കണേ റഹ്മാൻ. സുന്നത്ത് ജമാഅത്തിന് മുതൽക്കൂട്ടായ ഒരു കൂട്ടം ഉമറാക്കൾ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇസ്സത്തോടു കൂടെ പണക്കാര് പഴയ കാലത്തും അങ്ങനെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ചുരുങ്ങിയ പണക്കാരുടെ പണമേ ദീനിന് ഉപകരിച്ചിട്ടുള്ളൂ. പണം ഉള്ളൊരു ഇഷ്ടം പോലെ ഉണ്ടാവും. ചില ആൾക്കാർ പണം ഇഷ്ടം പോലെ ഉണ്ട്, മറ്റൊരിടത്ത് പണം തീരല്ല, രണ്ടും കണക്കാം. പണ്ട് ചങ്ങായി ഒരു പശുവിനെ വാങ്ങി, അതിന് നല്ല പാലുണ്ട്, പക്ഷെ ചവിട്ടിയിട്ട് അടുത്ത് കടക്കാനായിരിക്കും.
കുടുങ്ങി ഇവൻ വേറൊരു പശുവിനെ വാങ്ങി. അതിനാണെങ്കിൽ ഒരു തുള്ളി പാലുമില്ല. രണ്ടും കണക്ക് തന്നെയല്ലേ? അല്ല, ഇപ്പൊ മറ്റൊരു തേച്ച് വ്യത്യാസമല്ലല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്ന പോലെ ഒരുത്തന്റെ അടുത്ത് കുറെ പണമുണ്ട്, അതുകൊണ്ടെന്താ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. ഓനെ കാണണമെങ്കിൽ തന്നെ. പഴയ കാലത്ത് മകൻ അബൂ തൽഹത്തുൽ അൻസാരി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ചുരുക്കം പണക്കാരനാണ് ദീനിന് ഉപകരിച്ചിട്ടുള്ളത്. ഏത് കാലത്തും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി നിലനിൽക്കുന്ന കൂട്ടത്തിൽ കുറെ ഉമറാക്കൾ, നല്ല പണമുള്ള ഉമറാക്കളുണ്ട്. ആ ഉമറാക്കൾ അവരുടെ സ്വാധീനവും അവരുടെ സാമ്പത്തിക ശേഷിയും ഒക്കെ ദീനിനെ പലപ്പോഴും നല്ലപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ അബൂദാബിയിലും ദുബൈയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല അത്തരം ആളുകൾക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. പടച്ചവൻ നമുക്കൊക്കെ ഹലാലായ റിസ്ക് അല്ലാഹു തആല തുറന്നു തരുമാറാവട്ടെ. ഹറാമിനെ തൊട്ട് നീ കാക്കണേ റബ്ബുരാൻ. വീടും നാടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഹലാലായ റിസ്കിന്റെ സമ്പാദ്യത്തിനാണ്. അത് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എപ്പോഴും ദുആ ചെയ്യണം. മക്കളുടെ സലാഹിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അബൂദാബിയിലൊക്കെ കണ്ട നമ്മൾ പല നിയമങ്ങളും ഇങ്ങോട്ട് മാറി അറ്റാക്കും മരണങ്ങളുമൊക്കെ വല്ലാതെ കൂടുതലായി വരുന്ന കാലമാണ്. നമ്മുടെ മക്കൾ യതീമായി മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട, വിഷമിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് നാം ഓർക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത് ഓർക്കാൻ പറ്റാത്തതാണ്. നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ബദരീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മലക്ക് ജിബ്രീൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഉന്നതമായ പദവിയാണ് അവർക്കുള്ളത്. അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് ബദരീങ്ങളുടെ പവർ, അവരുടെ പദവി, അവരുടെ ഉന്നതമായ സ്ഥാനം അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹയുമായി വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബാക്കൾ അത് വിവരിച്ചു കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും ജിബ്രീൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ അറിയിച്ച കൂട്ടത്തിലാണ് ആതം ഇബ്നു അബീ ബൽതാഅത്ത് റളിയല്ലാഹു അൻഹു ആ രഹസ്യം ചോർക്കുന്ന ഒരു കത്ത് കൊടുത്തയച്ചപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ കത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചു. മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് കത്ത്. ആ കത്തുമായി ഇലാ ഹദറത്ത് റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ സദസ്സിലിരിക്കുന്നുണ്ട്. ആ സദസ്സിൽ വന്നിട്ട് കത്തിങ്ങനെ വായിച്ചു നോക്കി. കത്തിങ്ങനെ പൊളിച്ചിട്ട് നോക്കുമ്പോൾ അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബി ആതം ഇബ്നു അബീ ബൽതാഅത്ത് റസൂലുള്ളാഹിന്റെ രഹസ്യ തീരുമാനങ്ങൾ മക്കയിലേക്ക് എഴുതി കുടുംബത്തിനെ അറിയിക്കുന്ന കത്താണ്. സുബ്ഹാനല്ലാഹ്. ഈ കത്തങ്ങോട്ട് വായിച്ചു തീർന്നപ്പോഴേക്കും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ തങ്ങൾ എനിക്ക് സമ്മതം തരണം. ഈ മുനാഫിക്കിന്റെ പെരടി ഞാനിപ്പോ വെട്ടിക്കളയും നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ മുഖമാകെ വ്യത്യാസപ്പെട്ടു. റസൂലുള്ളാഹിന്റെ ശരീരപ്രകൃതിക്ക് തന്നെ മാറ്റം വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവസരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഓ ഉമറേ, ആരാണ് ഈ സ്വഹാബി എന്ന് നിനക്കറിയുമോ? ആതം ഇബ്നു അബീ ബൽതാഅത്ത് ആരാണെന്ന് നിനക്കറിയുമോ? അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾക്കുള്ള സ്ഥാനം നിനക്കറിയുമോ? ലഅല്ലല്ലാഹു തആല അഹ്ലി ബദരിൻ ഫഖാല അമലൂ മാ ശിഅ്തും ശഫീഉനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫബിസാദത്തിൻ നസറുൻ നബിയ വഖാതലു ഫില്ലാഹി ഹത്താ നാലഹും മാ അമ്മലു യഹബ്ബദാ ഖൗമുൻ ലഹും ഖുൽ തഅമലു മാ ശിഅ്തും നദഉ ബിഹിം യാ അല്ലാഹ് മിൻ അഹ്ലി ബദരിൻ അൻഹും റളിയല്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കുന്നതിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ബദർ ശുഹദാ. ആ ബദറിൽ പങ്കെടുത്ത ആളുകളോട് ലഅല്ലല്ലാഹു തആല അഹ്ലി ബദരിൻ, ബദരീങ്ങളിലേക്ക് അല്ലാഹു തആല പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടിട്ട് ഫഖാല അമലൂ മാ ശിഅ്തും, നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. അല്ലാഹു തആല അവർക്ക് പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ഹാത്തം എന്ന് പറഞ്ഞുകൊണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ബദരീങ്ങളെ പദവി ഇങ്ങനെ പറയാ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ധാരാളമായി ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട ഒരു പ്രായമായിരിക്കുന്ന ഉമ്മ, ആ ഉമ്മ ഇലാ ഹദറത്ത് റസൂലില്ലാഹി ബഹുമാനപ്പെട്ട ഉസീബ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് സംഭവം ഉണ്ടായപ്പോൾ ബദറിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ വന്നു ഇലാ ഹദറത്ത് റസൂലില്ലാഹി. നബി തങ്ങൾ സദസ്സിൽ വന്നിട്ട് കാലത്ത് ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖദ് അറഫ്ത മൻസിലത ഹാരിസത മിന്നീ.
ഞാനും ഹാരിസയുമായുള്ള അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? എനിക്ക് പ്രായമായ സമയത്ത് എനിക്ക് ഭക്ഷണം തരാൻ, എനിക്ക് വെള്ളം തരാൻ, എന്റെ വസ്ത്രങ്ങൾ അലക്കിത്തരാൻ, എനിക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ, എന്നെ സംരക്ഷിക്കാൻ എല്ലാറ്റിനുമുള്ളത് എന്റെ മകനായ ഹാരിസത്താണ്. ആ ഹാരിസത്തും ഞാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ നബിയേ? ബദർ സുഹദാക്കൾക്ക് വലിയ വലിയ പദവിയും സ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ മകൻ ഉണ്ടായിരുന്നത് ബദർ രണാങ്കണത്തിലല്ല, രണാങ്കണത്തിൽ നിന്ന് ദൂരെ. എന്റെ മകൻ അമ്പയത്തിൽ പരിശീലനമുള്ളതുകൊണ്ട് അവിടെ അമ്പുമായി കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് എന്റെ മകന് അപകടം സംഭവിച്ചിട്ടുള്ളത്. ബദരീങ്ങൾക്ക് പല പദവികൾ പറയുന്നുണ്ട്, ബദരീങ്ങൾക്ക് പല സ്ഥാനങ്ങളുമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് പുന്നാര നബിയേ, എന്റെ മകന്റെ സ്ഥാനം നിങ്ങൾക്കറിയാം. ഞാനും എന്റെ മകനുമുള്ള ബന്ധമനുസരിച്ച് ഫയ്യക്കുഫിൽ ജന്ന, എന്റെ മകനെങ്ങാനും സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ അള്ളാഹു തആല സീറ്റ് കൊടുക്കുന്ന ശുഹദാഇന്റെ കൂട്ടത്തിലാണോ എന്റെ മകനുള്ളത്? ഫാസ്ബിറു വഹ്തസിബു, ഞാനതിൽ 100% ക്ഷമിക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് കൂലിയെ തേടുന്നു. ക്ഷമിച്ച കൂലി എനിക്കുണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്ത കൂലി എന്റെ മകനിക്കുണ്ട്. എല്ലാ നിരക്കും എന്റെ മകന് സംഭവിച്ചിരിക്കുന്ന മുസീബത്തിൽ ഞാൻ സന്തുഷ്ടയാണ്. എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അതേ സമയത്ത് പുന്നാര നബിയേ, കാര്യം അങ്ങനെയല്ല. എന്റെ മകൻ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ മാറി നിന്നുകൊണ്ട് യുദ്ധത്തിന് കാവൽ നിൽക്കുന്ന സമയത്ത് എന്റെ മകന് ദാഹമുണ്ടായപ്പോൾ ഹൗദിന്റെ അടുക്കലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. ആ വെള്ളം കുടിക്കുന്ന സമയത്താണ് ശത്രുവിന്റെ അമ്പ് വന്നിട്ട് എന്റെ മകന്റെ ശരീരത്തിൽ വന്ന് വീഴുന്നത്. അങ്ങനെയാണ് എന്റെ മകന് അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്റെ മകനെങ്ങാനും യുദ്ധരണാങ്കണത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ചല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബദർ ശുഹദാഇനുള്ള അതേ പ്രതിഫലം എന്റെ മകനില്ലെങ്കിലോ? ആ പ്രായമായിരിക്കുന്ന ഉമ്മ വേദനയോടെ, വിഷമത്തോടെ, വേജാറോടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, എന്റെ മകന് സ്വർഗമുണ്ടെങ്കിൽ ഞാനതിൽ ക്ഷമിക്കുകയാണ്. പദവി ഉയർത്താൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതെനിക്കും എന്റെ മകനും വളരെയധികം പ്രതിഫലമായിരിക്കും. മറിച്ചാണ് അവസ്ഥയെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന അർത്ഥത്തിൽ ആ ഉമ്മ പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വൈഹക്, എന്താണ് ഉമ്മ നിങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവസ്വരത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്താണ് നിങ്ങൾ ചോദിച്ചത് എന്നർത്ഥത്തിൽ വൈഹക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നുവോ അവ ജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, നിങ്ങളെ മകന് അല്ലാഹു തആല കൊടുക്കുന്നത് ഒരു സ്വർഗം മാത്രമാണ് എന്ന്? സ്വർഗം കിട്ടും, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ ആ സാധാരണ സ്വർഗം എന്ന് പറഞ്ഞ അവ ജന്നത്തുൻ വാഹിദ ഹിയ, നിങ്ങളെ മകൻ അല്ലാഹു തആല കൊടുക്കുന്നത് ഒരു സാധാരണ നമ്മൾ സ്വർഗം തരണേ എന്ന് ചോദിക്കുന്ന സ്വർഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി, ഇന്നഹാ ജിനാനുൻ കസീറത്തുൻ വഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസി ശഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന ഇബ്നക അസാബൽ ഫിർദൗസൽ അഅ്ലാ ശഫീഉനാ റസൂലുള്ളാഹി. ആ ഉമ്മയോട് റസൂലുള്ളാഹി തങ്ങൾ, ഇന്ന ഇബ്നകി, ഉമ്മ, നിങ്ങളെ മകനുണ്ടല്ലോ, ആ മകൻ അസാബൽ ഫിർദൗസൽ അഅ്ലാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഏറ്റവും ഉന്നതമായ പദവി അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആ പദവിയിലേക്ക് നിങ്ങളെ മകനെ അല്ലാഹു തആല ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു തആല വലിയ പദവി കൊടുത്തിരിക്കുന്ന ബദരീങ്ങൾ, ആ ബദരീങ്ങളെ നാം ഇങ്ങനെ വെറുതെ എന്നിങ്ങനെ നാം ഖലീലിഹി സ്വദ്ദീഖി സയ്യിദിനാ അബി ബക്രിൻ വസയ്യിദിനാ സരീഉ ഉമരിൻ അബി എന്നിങ്ങനെ നാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന മഹാന്മാരെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബദരീങ്ങളുടെ പേര് നാം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദോഷം പൊറുക്കാൻ മതിയായതാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വാലിഹീങ്ങളെ കുറിച്ച് നിങ്ങൾ മദ്ഹ് പറയുന്നത് നിങ്ങളെ പാപം പൊറുപ്പിക്കാൻ മതിയായതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബദരീങ്ങളെ ഓർത്തുകൊണ്ട് നാം നമ്മുടെ നോമ്പിന്റെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ നാം പവിത്രമാക്കുമ്പോൾ നമുക്ക് അല്ലാഹു തആല തരുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ബദറിൽ പങ്കെടുത്തിരിക്കുന്ന ആ മഹാന്മാർ, പ്രിയപ്പെട്ട സഹോദരൻ, അവരുടെ പുറകിൽ വളരെ ദൂരെ നിന്നുകൊണ്ടെങ്കിലും അടിവെച്ച് ആ സ്വർഗത്തിലെത്തണമെന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം.
നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടിയാവണം നമ്മുടെ അമലുകൾ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അത് സൂക്ഷിക്കുന്ന പാത്രമാണ് മനുഷ്യ ഹൃദയം. ആ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കലിമത്തു തൗഹീദ് കഴിഞ്ഞ 11 മാസക്കാലം നാം ഉപയോഗപ്പെടുത്തിയപ്പോൾ അങ്ങിങ്ങായി കേടുകൾ പറ്റിയിട്ടുണ്ട്, കറകൾ പിടിച്ചിട്ടുണ്ട്, പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വേള നോക്കുമ്പോൾ കലിമത്തു തൗഹീദ് കാണാത്ത വിധം അത് ചളി കൊണ്ട് നിറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യ ഹൃദയങ്ങളെ റമളാനിന്റെ തുടക്കം മുതൽ നാം ഇബാദത്തുകളെ കൊണ്ട് അലങ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹൃദയത്തിലുള്ള ആ കറകളൊക്കെ ഇങ്ങനെ ഉരുകി ഒഴുകി അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ലപോലെ കറ കളയുന്ന മരുന്നുകൊണ്ട് നാം അരക്കുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കറകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്ന സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് കരയണം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, അല്ലാഹുവിന് സുജൂദിൽ കടന്നുകൊണ്ട്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, ചില സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? താബിഈങ്ങളിൽപ്പെട്ട ഉന്നതനായ മഹാനാണ്. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത സംഭവം ചരിത്രത്തിന്റെ കിതാബുകൾ രേഖപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യും. എങ്ങനെ? 2 ദിവസം കൊണ്ടാണ് മഹാനവർ ഒരു ഖത്തം തീർക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ 4ൽ 1 ഭാഗം മുസാഫ് നോക്കിക്കൊണ്ട് പകൽ സമയത്ത് ഓതി തീർക്കും. പരിശുദ്ധ ഖുർആനിന്റെ 4ൽ 1 ഭാഗം. ഖുർആന്റെ 4ൽ 1 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 7.5 ജുസ് ഉണ്ടാവും. പകൽ സമയത്ത് അത് ഓതി തീർക്കും മുസാഫ് നോക്കിയിട്ട്. ആ ബാക്കി ഒരു പകൽ 7 ജുസ്, 4ൽ 1 മുസാഫ് നോക്കിയിട്ട് പോകും. അത്രയും ഭാഗം 4ൽ 1 ഭാഗം രാത്രി സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് രാത്രിയിലെ നിസ്കാരത്തിലായി മുസാഫ് നോക്കാതെ 7.5 ജുസ് ഓതി തീർക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പതിവ്. ഇങ്ങനെ എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഒരു ഖത്തം തീർക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്ക്. നമ്മള് ഖത്തം തീർക്കാൻ എങ്ങനെ ഉണ്ടാവും? തീരെ മുസാഫ് കാണാത്തവരുണ്ട്. നാളെ എവിടുന്ന് ഇപ്പൊ ഒരു ചങ്ങായി മുസാഫ് എടുത്തിട്ട് കുറെ അങ്ങോട്ട് മറിച്ച്, കുറെ ഇങ്ങോട്ട് മറിച്ച്, മറിച്ചുകൊണ്ടിരിക്കാൻ. എന്തേന്ന് ചോദിച്ചു. അല്ല ഉസ്താദ്, ഇപ്പത്തെ മുസാഫിന് കുൽഹു അല്ലാഹു ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. പണ്ട് മദ്രസ പഠിക്കുന്ന കാലത്ത് ഓർമ്മത്തിൽ കുൽഹു അല്ലാഹു ഒക്കെ മുസാഫിനുണ്ടേനോ എന്ന് ഓർമ്മയുണ്ട്. ഇപ്പൊ മറിച്ച് നോക്കുമ്പോ കാണുന്നില്ല. അത്രയും കാലപ്പഴക്കം ചെന്നിട്ടുണ്ട് മുസാഫിനെ എടുത്തു നോക്കിയിട്ട്. ചില നല്ല നല്ല വീടുകളിൽ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിന്റെ അവിടെ ചെല്ലുന്ന സമയത്ത് ദൂരെ തന്നെ ചെരുപ്പഴിച്ചു വെക്കാൻ തോന്നും. ഒന്നും ഇല്ലാതാണ് ചവിട്ടാൻ തോന്നില്ല. അത്ര നല്ല വീട്. മാർബിളും അതിന്റെ അപ്പുറമുള്ള എല്ലാ കുലുമാലും ഉണ്ട് നോട്ടിക്കോളിങ്ങൾ. അങ്ങനെയുള്ള വീട്ടിലേക്ക് കയറി ചെന്നാക്കാണ് ചില ചുമരിന്റെ വീട് ഇങ്ങനെ ഒരു വയന്നെ പെട്ടി. ആ പെട്ടിമെന്ന് കാണാൻ അതിന്റെ മേലക്കും പിന്നെ മാറാല പിടിച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ട് കീപ്പട്ടുണ്ടാവും. നോക്കുമ്പോ അതിൽ കാണൊരു ചെറിയ കേട്. നോക്കുമ്പോ അതെന്താ, എന്താണ്? മുസാഫ് അല്ലാത്ത വേറൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. മുസാഫ് ഉണ്ടാവും. അങ്ങനത്തെ നല്ല പളുങ്ക് പാത്രം പോലെ സ്ഫടികസ്ഫോട സമാനമായ വീട്ടിൽ, ഗ്ലാസ് ഹൗസിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? മുസാഫ് ഉണ്ടാവും. ഇങ്ങനെ എന്നിട്ട് ഒരു കഷ്ണം അങ്ങോട്ടും ഒരു കഷ്ണം ഇങ്ങോട്ടും കുറെ ബാലം മൂട്ടി അതെങ്ങാനും എടുത്ത് തുറന്നു നോക്കി നോക്കാം. തുറന്നുകൊണ്ട് കൂടും. ആ രൂപത്തിൽ മുസാഫ് നല്ല മുന്തിയ വീട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില വീട്ടിൽ പ്രത്യേക ഒരു പരിഷ്കരിച്ച രീതിയിൽ എന്താ, നല്ല കണ്ണാടി അലമാരി, അതിൽ മുസാഫ് എങ്ങനെ അതിൽ വെക്കേണ്ട മുസാഫിർ തന്നെ ആ തരത്തിലുള്ള നല്ല സ്വർണ്ണ ലിപിയിലുള്ള എഴുത്തും മറ്റുമൊക്കെ ഉള്ള നല്ല മട്ടത്തിലുള്ള മുസാഫ്. ആ മുസാഫ് ഇങ്ങനെ വെച്ചിരിക്കുക. ഈ ജീവിതത്തിൽ അത് തൊടുന്ന പരിപാടിയില്ല. അത്ര നല്ല സ്വാഹത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക. പണ്ട് ചങ്ങായി പറഞ്ഞത്, ഇന്നെപ്പോലെ പടച്ചോനെ പേടിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല. ഞാൻ അള്ളാനെ പേടിച്ചിട്ട് പള്ളിക്കന്നെ പോരില്ല. നരിനെ പേടിച്ച മാതിരിയാ പേടിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസാഫ് അത് കേട് എന്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നമുക്കുണ്ടല്ലോ ഈ റെസീറ്റൊക്കെ വാങ്ങിക്കൊണ്ടായാലൊരു വക്കല്. നമ്മുടെ വിദ്യാപ്പള്ളി ഇവിടെ കണ്ടുണ്ടോ? മൂപ്പരല്ല ഈ റസീറ്റും നറുക്കെടുപ്പും പറയുമ്പോൾ മൂപ്പരെ ഓർമ്മ. മുഅല്ലിം ക്ഷേമനിതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താം. റസൂലുള്ളാഹി
ആ ഉമ്മയോട് പറഞ്ഞത് ഇന്നബിനക്കി, ഉമ്മ നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ മകൻ വെറും സാധാരണ സ്വർഗത്തിലല്ല, ആ മകൻ എത്തിയിരിക്കുന്നത് അത് സ്വർഗത്തിലുള്ള ജന്നാത്തുൽ ഫിർദൗസിലെ അയലയായ ഏറ്റവും ഉന്നതമായ മർത്തബയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകൾ എല്ലാം നശിച്ചുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരും അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായി റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബദരീങ്ങളോട് മഹബത്ത് വെച്ചുകൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വീട്ടിലേക്ക് കത്തെഴുതുമ്പോൾ, വീട്ടിലേക്ക് ടെലിഫോൺ ചെയ്യുമ്പോൾ, ഭാര്യയുമായി സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇശാ മഗ്‌രിബിനടക്ക് നമ്മുടെ കുട്ടികൾ തൊട്ടടുത്ത വീട്ടിലൊക്കെ പല വീടുകളിലും ടിഷ് ആൻഡിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് ക്രിക്കറ്റ് കാണാൻ വല്ലാത്ത ഒരു മുസീബത്താണ് നാട്ടിലിറങ്ങിയിട്ടുള്ളത്. എല്ലാ സമയത്തും ക്രിക്കറ്റ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയത്ത് ആണും പെണ്ണുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഏതെങ്കിലും വീട്ടിലെ ടി വി, എന്റെ നാട്ടിന്റെ ഭാഗത്ത് ഇപ്പോ ചില വീടുകളിലൊക്കെ ടി വി, കഴിവുള്ള ആൾക്കാരെ വീട്ടിലല്ലേ, അപ്പോ ടി വി കാണാൻ അടുത്ത അയൽവാസികളായ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ എന്നിട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. മഗ്‌രിബ് നിസ്കാരം കളാക്കിയിട്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂടിയിട്ട് ആ വീട്ടുകാരൻ പടച്ച റബ്ബിനോട് നരകം ചോദിച്ചു വാങ്ങുകയാണ്. ആണും പെണ്ണും ഒരുമിച്ച് കൂട്ടി ഇതിങ്ങനെ കണ്ട് നിസ്കാരം കളാ ആക്കി, സുബ്ഹാനല്ലാഹ്, നരകം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാത്തു സൂക്ഷിക്കണം. മക്കൾ എപ്പോഴും ആ ചിന്തയിലാ. നമ്മുടെ വീടുകളിൽ ഒരു ഇദാവക്കായത്തി ഓതുന്നുണ്ടോ, ഒരു സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, തബാറക ഓതുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, പഴയ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ എപ്പോഴും വീടുകളിൽ ഖുർആനോത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നടന്നിരുന്നു. നമ്മളോട് കാർഡിട്ടിട്ട് ടെലിഫോൺ ചെയ്യുമ്പോഴേ കുട്ടികൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഓതുന്ന സമയത്ത് ഓതുന്നുണ്ടോ അല്ലേ എന്നറിയാൻ ഒരു ടെലിഫോണാണ് ചെയ്യുക. അപ്പൊ ടെലിഫോൺ ചെയ്ത് അവിടെ ഫോൺ എടുക്കുമ്പോൾ അറിയാലോ ഓതുന്നുണ്ടെങ്കിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലെങ്കിൽ കുട്ടികളെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാർഡിട്ട് എന്റെ മകള് എന്നിട്ട് പെണ്ണുങ്ങൾ അവിടുന്നും കരഞ്ഞു ഇവരുന്നും കരഞ്ഞു, കാർഡ് തീർന്നും പോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ കാർഡ് തീർത്തിട്ട് യാതൊരു കാര്യമല്ല. മക്കളെ കാര്യത്തിൽ വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. ആഖിറത്തിലെത്തുമ്പോൾ നമ്മളെ പെൺകുട്ടികൾ 7 വയസ്സ് മുതൽ 10 വയസ്സ് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, 10 മുതൽ 15 വരെ നമുക്ക് പരിശീലനത്തിന് കഴിഞ്ഞില്ല, 16ാമത്തെ വയസ്സായതിന് കെട്ടിച്ചു കൊടുക്കേണ്ട തിരക്കിലാണ് നമ്മൾ. 16ാമത്തെ വയസ്സിലും 17ലും 18ലും കെട്ടിച്ചു കൊടുക്കുന്ന മകൾക്ക് ചിലപ്പോൾ ഫാത്തിഹ ഓതാൻ, നിസ്കാരത്തിന്റെ ഷർത്ത് ഫർളുകൾ അറിയാൻ, കുളിയുടെ ഷർത്തും ഫർളും അറിയാൻ, റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നത് അറിയാൻ, നിസ്കാരത്തിന്റെ ഷർത്ത് ഫർളുകൾ അറിയാൻ, ഇതൊന്നും സാധിക്കാത്ത രൂപത്തിലാണെങ്കിൽ മഅദല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വാപ്പാരൊക്കെ നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ഒക്കെ നന്നായത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നായെങ്കിലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അല്ലിമൂ ഔലാദക്കും മഹബ്ബത്തൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലിമൂ നിസാക്കും സൂറത്തൻ നൂർ. നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണം. ഒരു സ്ത്രീക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും അടങ്ങിയതാണ് സൂറത്തുൻ നൂർ. ആ സൂറത്തുൻ നൂർ നിങ്ങൾ സ്ത്രീകൾക്ക് പഠിപ്പിക്കണം. ഇങ്ങനെ സ്ത്രീകളെ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, അവരെ പ്രത്യേകമായി തർബീത്ത് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് നാം ശ്രദ്ധയോടുകൂടെ നടപ്പാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹംദത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒട്ടനവധി സ്വഹാബാക്കളുണ്ട്, മഹദികളുണ്ട്, മഹാന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും മഹ്ശറാമുറ്റത്ത് വരുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് പടച്ച റബ്ബിനോട് കണ്ണീരൊഴുക്കിയതിന്റെ പ്രതിഫലം വാരിക്കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചല്ലോ, ബഹുമാനപ്പെട്ട ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. പകൽ സമയത്ത് ഖുർആനിന്റെ 4ൽ 1 ഭാഗം മുസാഫ് നോക്കിയിട്ട് ഓതും, രാത്രി സമയത്ത് 4ൽ ഭാഗം മുസാഫ് നോക്കാതെയും ഓതും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുന്ന മഹാനാണ്. 71ാമത്തെ വയസ്സിലാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. പ്രായപൂർത്തിയായത് മുതൽക്ക് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ടവർ ഈ പതിവായി ജീവിക്കുന്നവനാണ്. പതിവ് തെറ്റാതെ 15 വയസ്സ് മുതൽ 71 വയസ്സിൽ വഫാത്താകുന്നതിനിടക്ക് ഒരൊറ്റ ദിവസം മാത്രമേ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഈ പതിവ് തെറ്റിയിട്ടുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർത്തു നോക്ക്, ആ മഹാനവറുകൾക്ക് എന്നാണ് പതിവ് തെറ്റിയത്? ബഹുമാനപ്പെട്ടവരുടെ കാലിനൊരു രോഗമുണ്ടായി. ഇന്ന് നമുക്കത് ആലോചിച്ചാൽ ക്യാൻസർ രോഗമാണെന്ന് പറയാം. ആ രോഗം പിടിപെട്ടു. അന്നത്തെ ചികിത്സാ മുറ അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ വൈദ്യശാസ്ത്രം പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ കാല് മുറിക്കണമെന്ന്. അന്നത്തെ വൈദ്യന്മാർ കാല് മുറിച്ചു. മുറിച്ചിരിക്കുന്ന മുറിപാടിന് രക്തം ചാലിട്ടൊഴുകുമ്പോൾ അന്നത്തെ ചികിത്സാ മുറ അനുസരിച്ച് ജെയ്ത്തെണ്ണ നല്ല പോലെ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച എണ്ണയിൽ കാലിങ്ങനെ മുക്കലാണ് അന്നത്തെ ചികിത്സാ മുറ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കാല് മുറിക്കാൻ ഡോക്ടർമാർ എല്ലാവിധ ഒരുക്കത്തോടുകൂടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ എന്റെ കാല് മുറിക്കാൻ തുടങ്ങിക്കോളൂ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സുഖമായി കിടന്നു കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഡോക്ടർമാർ കാല് മുറിച്ചു മാറ്റി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്തം നിൽക്കുന്നതിന് വേണ്ടി ജെയ്ത്തെണ്ണയിൽ കാല് മുക്കിയപ്പോൾ അതിന്റെ വേദന തലച്ചോറിലേക്ക് കയറിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ബോധം വിട്ടുപോയി, ബോധമില്ലാതായി പോയി. ഒരുപാട് സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തെ ഖുർആൻ ഓത്ത് മുടങ്ങിപ്പോയി. ബോധം തെളിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ടവർ നോക്കുമ്പോൾ മുറിച്ചു കിടക്കുന്ന കാല് ബഹുമാനപ്പെട്ടവരുടെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആ കാലിങ്ങനെ എടുത്തിട്ട് അല്ലാഹുവിങ്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തിലുള്ള സത്യം നിനക്കറിയാം. ഈ കാല് കൊണ്ട് ഒരിക്കലും സംശയകരമായ അല്ലാഹു പൊരുത്തപ്പെട്ടതോ അല്ലാത്തതോ എന്ന് സംശയിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എന്റെ കാല് കൊണ്ട് ഞാൻ ചവിട്ടിയിട്ടില്ല റബ്ബേ, എന്റെ കൈ ഞാൻ വെച്ചിട്ടില്ല റബ്ബേ, എന്റെ കണ്ണ് സംശയമുള്ള ഒരു വിഷയത്തിൽ നോക്കിയിട്ടില്ല, എന്റെ കാതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ടതോ അല്ലാത്തതോ എന്ന് സംശയിക്കുന്ന ഒരു വിഷയം ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല, എന്റെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ചവിട്ടിയിട്ടില്ല, എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുറിച്ചു കിടക്കുന്ന കാലെടുത്തിട്ട് ഈ കാല് കൊണ്ട് ഞാൻ ഹറാമിലേക്ക് ചവിട്ടിയിട്ടില്ല, മറിച്ച് ഹറാമോ ഹലാലോ അല്ലാഹു പൊരുത്തപ്പെട്ടതോ പൊരുത്തപ്പെടാത്തതോ എന്ന് സംശയിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്റെ കയ്യോ കാലോ കണ്ണോ നാക്കോ മൂക്കോ ഒന്നും വെച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയെത്ര തെറ്റുകൾ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും ചെയ്തവരും പ്രവർത്തിച്ചവരും പിടിച്ചവരും കൊടുത്തവരും നടന്നവരുമാണ് നമ്മുടെ ശരീരം. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല, എന്റെ അല്ലാഹു എന്നെ വിട്ടുകളയുകയില്ല, എന്റെ റബ്ബിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടാതിരിക്കുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത ഓർക്കുക, അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യത്തെ ഓർക്കുക, പടച്ച റബ്ബ് ചെയ്തെന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കുക, അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. എന്നിട്ട് റമദാനിന്റെ പാതിരാവ്, ഇനി അങ്ങോട്ടുള്ള റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പുകാരനായി പകൽ സമയത്തും ഇബാദത്ത് ചെയ്തുകൊണ്ട് രാത്രി സമയത്തും അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കൈ എല്ലാം അറിയുന്ന നാഥന്റെ മുമ്പിൽ കൈ അങ്ങോട്ട് ഉയർത്തുന്ന സമയത്ത് പടച്ചവനെ എന്ന് ആ വിചാരത്തോടെ നാം അങ്ങോട്ട് കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ ഉറ്റുവീഴുന്ന കുടുകുടാ ഒലിക്കുന്ന കണ്ണുനീർ, ആ കണ്ണുനീർ തുള്ളികളാണ് നമ്മുടെ ഹൃദയം ലാ ഇലാഹ ഇല്ലല്ലയുടെ കലിമത്ത് തൗഹീദ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ പിടിച്ചിരിക്കുന്ന കറകൾ ഇബാദത്ത് കൊണ്ട് പഴുപ്പിച്ച് കറയിളക്കി നിർത്തിയപ്പോൾ ഇനി റമളാനിന്റെ അവസാനത്തെ 10 കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കഴുകണം. അങ്ങനെ കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രഭ, ഈമാനിന്റെ പ്രകാശം, ഈമാനിന്റെ പ്രൗഢി, അത് ശരീരമാ സകലം അത് നമുക്ക് അനുഭവപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ, അതിനുവേണ്ടി നമ്മുടെ ഭാര്യമാർ, അതിനുവേണ്ടി നമ്മുടെ മക്കൾ, അതിനുവേണ്ടി നമ്മുടെ കുടുംബം, എല്ലാവരെയും സ്നേഹിക്കുക, നാം എല്ലാവരോടും ഉപദേശിക്കുക, നാം ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. എങ്കിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത പ്രതിഫലം അസ്സൗമു ലീ വ അന അല്ലദീ അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗത്തിൽ പ്രത്യേകം ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ കവാടത്തിൽ കൂടി ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാർക്ക് മാത്രമാണ് ആ വാതിൽക്കൽ പ്രവേശനമുള്ളത്. ആ നോമ്പുകാരനെ പിടിച്ചുകൊണ്ട് പ്രത്യേകം മലക്കുകൾ അയ്ന സ്വായിമൂൻ അയ്ന സ്വായിമൂൻ അയ്ന സ്വായിമൂൻ എന്ന് വിളിക്കുന്ന സമയത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരിയോടുകൂടെ മുഅ്മിനീങ്ങൾ ആ വാതിൽക്കൽ കൂടെ അങ്ങോട്ട് കടന്നു. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ വാതിൽ തുറക്കുകയാണ്, അല്ലാത്തവർക്ക് ആ വാതിൽ തുറക്കുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വാതിൽക്കൽ കൂടി കടക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമീനായ നാഥ,
ആ റയ്യാൻ എന്ന വാതിൽക്കൽ കൂടി വിളിച്ചുകൊണ്ട് നീ പ്രത്യേകം സ്വർഗത്തിലേക്ക് കടത്തുന്ന കൂട്ടത്തിൽ ഈ സാധുക്കളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഈ സാധുക്കളെ നീ പെടുത്തണേ റഹ്മാനെ, പടച്ചവനെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുൻപ് കാലത്ത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളും മഹാന്മാരും ആലിമീങ്ങളും ഔലിയാക്കളും ഒക്കെ ചെയ്തതുപോലുള്ള തഖ്വയും ഇബാദത്തും ഞങ്ങൾക്കില്ലെങ്കിലും അവരൊക്കെ അടിസ്ഥാനപരമായി വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്ത് തൗഹീദിലുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് റബ്ബേ. ആ വിശ്വാസം കാരണമായി ഞങ്ങളെയും നീ ആ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിൽ കൂടി വിളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ ഭാര്യമാരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ സഹോദരിമാരെ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ സഹോദരങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാട്ടിലും സ്വദേശത്തും വിദേശത്തുമൊക്കെ എത്രയോ മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. യതീം മക്കൾക്ക് വേണ്ടി മറ്റു പലതിനു വേണ്ടിയും സഹായിച്ചവരുണ്ട്, അവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റാഹിമീനായ നാഥ, അർഹമുർ റാഹിമീനായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നാൽ നിന്നോട് ആരും ചോദിക്കാനില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനെ. നീ പുറത്ത് കൃപ ചെയ്യണേ അല്ലാ, പുറത്ത് കൃപ ചെയ്യണേ അല്ലാ, പുറത്ത് കൃപ ചെയ്യണേ അല്ലാ. കഴിഞ്ഞുപോയ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ചെയ്യാൻ പോകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വല്ല ദോഷം